റെക്കോർഡിംഗ് ഒക്കെ പോണം. ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? 71ാമത്തെ യൂണിറ്റ് ടോക്ക് ആണല്ലേ ഇന്ന്. നമ്മൾ ടോപ്പിക്ക് കൊടുത്തിരുന്ന ആരെങ്കിലുമൊക്കെ നോക്കിയിരുന്നോ? നമ്മളെ വീടുകളിൽ നടക്കുന്ന കുറേ സംഭവമൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രിപ്പയറിംഗ് ഫോർ എ മീനിങ് ഫുൾ റമദാൻ എന്നില്ല. നമ്മൾ റമദാൻ ആകുമ്പോൾ നമ്മൾ ഉള്ളു വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും വീട് വൃത്തിയാക്കും. നനച്ചുളി എന്ന് പറഞ്ഞിട്ട് എല്ലാം വീട്ടിൽ തെല്ലും എല്ലാം ക്ലീൻ ചെയ്യും. എല്ലാം പൊടി തുടക്കുന്നുണ്ടാവും. വർഷത്തിൽ ഒരിക്കലേക്ക് ഈ ചടങ്ങ് നടക്കുക എന്ന് പറയും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെയായി ഒരു മുന്നത്തെ കാലഘട്ടങ്ങൾ വരെ ഒന്നും കൂടെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പണ്ടുള്ള ആൾക്കാർ ഓരെന്നെ ഒരുങ്ങൽ തുടങ്ങും. ഈ വല്യമ്മമാരെ വലിയമാര് കുറെ പൊടി പൊടിച്ച് വെക്കുന്ന അങ്ങനത്തെ കുറെ കുറെ ക്ലീനിങ് പ്രിപ്പയർ ചെയ്യാണ് നമ്മള്. ഏകദേശം ഈ 15 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അകം വൃത്തിയാക്കാൻ നമ്മുടെ അടുത്ത് ആരും പറയലില്ല. തമ്മിൽ തമ്മിൽ ചോദിക്കും, എൻ്റെ വീട്ടിൽ നനച്ചോളി കഴിഞ്ഞോ? ചിലര് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാനുള്ളവരുണ്ടാവും. ചിലത് ആ കോൺസെപ്റ്റ് ഇല്ലാത്തവരുണ്ടാവും. എന്നാലും പൊതുവേ ഇപ്പൊ നമ്മള് കേരളത്തിൽ കാണലുണ്ട് നനച്ചുള്ളി എന്നുള്ള പേരിൽ എല്ലായിടത്തും വൃത്തിയാക്കുന്നത്. അതുപോലെ നമ്മൾ എന്ന വ്യക്തിന്റെ അകം വൃത്തിയാക്കേണ്ടതുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് നമ്മൾ ഓടുന്നുണ്ട്. നമുക്ക് എപ്പോഴൊക്കെയോ പഠിച്ചവനായിട്ടുള്ള ആ ഒരു കണക്ഷൻ, എന്റെ പഠിച്ചവനെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്നുള്ളൊരു തോട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനെ നമുക്കൊന്ന് റീബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് പ്രിപ്പയർ ആവേണ്ടതുണ്ട്. നമ്മളെ വീടിന്റെ നനച്ചുള്ളി വീടെല്ലാം ഫ്രഷ് ആക്കി റമദാനെ കാത്തിരിക്കുന്ന പോലെ നമ്മൾ എന്ന വ്യക്തിന്റെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി നമ്മൾ നല്ലൊരു സോൾ ആവേണ്ടതുണ്ട്. അപ്പൊ അതിനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിക് ടോക്കിൽ നമ്മൾ ആ ഒരു തീം കൊടുത്തതാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു സർപ്രൈസ് കാര്യം കൂടെ ഒക്കെ ഉണ്ട്. ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അഫ്സൽ സാറിന് നല്ല അടിപൊളിയായി റിവീൽ ചെയ്യും ഇൻഷാ അല്ലാ. അത് ഏറ്റവും എൻഡിലാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം തന്നെയാണ് നമ്മൾ പറയാ. അത് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെ യുണീക്നെസ് ബുക്കോ ഹാബിറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, വേറൊരു സംഭവം വരുന്നുണ്ട്. ഇൻഷാ സാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഓരോരുത്തരും ആ ഒരു ഇന്റൻഷനിൽ ഇരിക്കുക. റമദാൻ ആകുമ്പോൾ നമ്മൾ സ്പിരിച്വലി ഒന്നും കൂടെ അടുക്കുന്ന സമയമാണ്. അപ്പൊ അതിനിപ്പോ തന്നെ ഒരുങ്ങി തുടങ്ങും. നമ്മളെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടി ഓക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചവൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലേക്കാണ് ഞാൻ നോക്കുന്നത്. നമ്മൾ എത്ര പുറത്തേക്ക് നല്ല ഈമാനുള്ള അല്ലെങ്കിൽ നല്ല അടിപൊളി വ്യക്തിയായിട്ടും കാര്യമില്ല. നമ്മളെ ഉള്ളില് കുൻറ്റും കിബറും കുനൈമയും അസൂയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈമാനെ പോലെ എവിടേക്കോ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതൊക്കെ മാറിയിട്ട് നമ്മളെന്ന വ്യക്തി അടിപൊളിയായിട്ടുള്ള ഭയങ്കര ആ ഒരു ലൈറ്റ് നമ്മൾ എല്ലാവരുടെ ലൈഫിലും അടിപൊളിയായി തന്നെ കിട്ടിയിട്ട് ആ ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ന് കുറെ ചില പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. ദ യുണീക് ടോക്ക് എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇന്നൊരു മൂന്ന് കാര്യം പറയലുണ്ട് എല്ലാ ക്ലാസ്സിലും. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. കുറെ കുറെ പുതിയ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത് നമുക്ക് അറിയുന്നതാണ്. ഒരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലല്ലാണ്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പറ്റുന്നതൊക്കെ നിങ്ങളെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി റെഡി ആവുക. ആരും ഒരു ക്ലാസ് കേട്ട് എന്നുള്ള പേരിലൊന്നും അവരുടെ ലൈഫ് മാറിയ കഥ ഒന്നും ഇല്ല. നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് എങ്കിലും ആയിരിക്കും. ഓരോ ദിവസവും 1% നമ്മൾ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണക്ഷൻ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വലിയ ഗ്രോത്ത് ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവാം. അപ്പൊ അതിനു വേണ്ടി ഒരു 15 ഡേയ്സ് നമ്മളെ കയ്യിലുണ്ട്. അതിന് ഏറ്റവും പവർഫുൾ ആയിട്ട് നമ്മളെ സോളിനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നിൽക്കാം. കുറച്ച് മുന്നേ റീൽ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഒരു കപ്പിൽ കാപ്പി ഒഴിച്ചിട്ട് പിന്നീട് അതിലേക്ക് ഇങ്ങനെയും നല്ല വെള്ളം ഒഴിച്ച് അത് ഇങ്ങനെ ക്ലിയർ ആയി വരുന്നത് പോലെ നമ്മളൊരു പ്രോസസ്സിലാണ്. എപ്പോഴും ആലോചിക്കുക, മാ വദ്ദാക്ക റബ്ബുക്ക വമാ കല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ റബ്ബ് എന്നെ വെടിഞ്ഞിട്ടുമില്ല, വെറുത്തിട്ടുമില്ല. അത് ആലോചിച്ചിട്ട് ആ ഒരു ഇന്റൻഷൻ നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് റമദാൻ ഏറ്റവും ബെസ്റ്റായി എനിക്ക് നിങ്ങൾക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഓരോരുത്തരും നമ്മളെ യൂണിക് ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം, വെൽക്കം അഫ്സൽ സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് പല രീതിയിലും. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അപ്പോ ഇതൊന്നല്ലല്ലേ നമ്മൾ തുടങ്ങൽ ഇങ്ങനെയൊന്നല്ലല്ലേ. ഗുഡ് ഈവനിങ് എവരി വൺ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വെൽക്കം ടു യുണീക് ടോക്സ് 71. 71 ആഴ്ചകളായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളും നമ്മുടെ ടീം മെമ്പേഴ്സും നമ്മുടെ സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ മാജിദ് യൂണിവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ല, നമ്മളെല്ലാവരുടെയും കൂടെ ഒരു പ്രോഗ്രാമാണ് യുണീക് ടോക്ക് എന്ന് പറയുന്നത്. നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എല്ലാം കൂടെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ഒരുപാട് ആളുകൾ വന്ന് സംസാരിക്കുമ്പോഴും ഫീഡ്ബാക്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ
മറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ മോഡിലൊക്കെ വരീന്ന്. നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ ഇവിടെ കുറെ ഉണ്ട്. എന്നിട്ടും ജുനീത മാമിനെയും മിസ്സിനെയും മാത്രമേ കാണുന്നുള്ളൂ. കുറെ ആൾക്കാരുണ്ട് അവിടെ. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരും. മിസ്സിന് ഞങ്ങള് എല്ലാരെയും കൂടെ കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു മോഡ് എടുത്തോളിട്ടോ. വ്യൂ ഓക്കെ. സമീന മാമിനെ കാണുന്നുണ്ട്. ഇവിടെ 10-23 ആൾക്കാർ ഇപ്പൊ കറങ്ങി. നമ്മൾ ലേറ്റ് ആയിട്ട് 23 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വന്നാൽ. വഫ മാം താങ്ക് യു. ഒരാളെങ്കിലും വന്നല്ലോ, സന്തോഷം. അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ സാധാരണ എല്ലാ വീക്കിലും ചോദിക്കുമ്പോൾ തന്നെ, നമ്മളല്ല ഞാൻ പൊതുവെ ചോദിക്കാറുണ്ട്, സുനീത മാം എക്സൈറ്റഡ് ആണെന്ന്. അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. പിന്നെ ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണ്, ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? താഴെ കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഡിസ്ട്രിക്റ്റ് മാത്രം കൊടുത്താൽ മതി. ജുനീദ മാം കാസർഗോഡ്, നസീറ മാം ട്രിവാൻഡ്രം, വഫ മാം മലപ്പുറം, നൂർജഹാൻ മാം ട്രിവാൻഡ്രം, കരീം മലപ്പുറം, സമീന കാസർഗോഡ്, ഷഹീം മലപ്പുറം, ഹസ്ന മറിയം തൃശൂർ, വാഹിദ മലപ്പുറം, ഫാത്തിമ മലപ്പുറം, റിൻഡോൺ IOS പേരറിയില്ല, കോഴിക്കോട്. ഓക്കെ, കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സൈഫു കോഴിക്കോട്, KD കോഴിക്കോടാണോ കാസർഗോഡാണോ ഏതാണെങ്കിലും ഓക്കെ. ഏതായാലും കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊറേ 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 ആഴ്ചകളായല്ലേ ഞാൻ ടിക്ടോക്കിട്ടല്ലേ. ഒരു മൂന്നൊക്കെ ആഴ്ച കഴിയുന്ന എനിക്ക് തോന്നുന്നത്. ഒരു മാസമായി. റൌഫ് ഭായിയും നമ്മളെ ഇല്യാസ് കെ, അങ്ങനെ പല പല ആൾക്കാർ വന്ന് ക്ലാസ് ഒക്കെ എടുത്ത് പോയിക്കുന്നത്. പിന്നെ അപ്പോ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ദിസ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നത്, ജസ്റ്റ് നമ്മുടെ പോസ്റ്ററിലൊക്കെ കൊടുത്തിരുന്നത്, പ്രിപ്പയറിങ് ഫോർ, അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ ഫോർ എ മീനിങ് ഫുൾ റമദാൻ, ഒരു അർത്ഥവത്തായ റമദാന് വേണ്ടിയിട്ട്. സർ 6 പാക്ക് ഗോൾ എന്തായിരുന്നു വടച്ചോനെ. ഇത് നിങ്ങള് മറ്റേ ഗൈഡഡ് ടോക്കിന് വന്നിരുന്നല്ലേ, ഓൾമോസ്റ്റ് ആവാനയക്കുന്നു. 4 അയക്കുന്നു, 2 പാക്ക് കൂടെ വന്നാൽ മതി. അടിപൊളി അടിപൊളി. മനുഷ്യന്റെ വയറൊക്കെ ചാടി എവിടെ എത്തിക്കുന്നത്. പിന്നെ ടോപ്പിക് മാറ്റലിങ്ങൾ നമ്മളെ റമദാൻ ടോപ്പിക്കിലല്ല, മിക്കവാറും റമദാനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ 6 പാക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, റമദാൻ എന്ന് കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താ? ഒറ്റൊരു കാര്യം, ഏതെങ്കിലും ഒറ്റൊരു കാര്യം പറയാം കേട്ടോ. എന്താ ഈ വെറുതെ നിങ്ങള് പാപമോചനത്തിന്റെ മാസമാണ്, അപ്പൊ അതുകൊണ്ട് ഫോർഗീവ്നെസ് ടൈപ്പ് ചെയ്യാം, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഒറ്റൊരു കാര്യം, ചിലപ്പം ഫോർഗീവ്നെസ് ആയിരിക്കാം, ഫാസ്റ്റിംഗ് ആയിരിക്കാം, ഫുഡ് ആയിരിക്കാം, കടികളായിരിക്കാം, നോമ്പുതോറായിരിക്കാം. അതാ ഫാസ്റ്റിംഗ്, സ്പെഷ്യൽ കടികളാ, അത് ഓരോരുത്തരും ടൈപ്പ് ചെയ്യോ, ഓരോരുത്തരുടെ മൈൻഡിൽ കിട്ടുന്നത് എന്താണെന്ന്. ഫസ്റ്റ് വരുന്ന കേട്ടോ തറാവി, യെസ് അങ്ങനത്തെ വരട്ടെ. തറാവി, ഹോപ്പ്, പീസ്, ഓക്കെ, പ്രതീക്ഷ, സമാധാനം, പ്രേയർ, നോമ്പ്. പിന്നെ റമദാന്റെ മലയാളമാണല്ലോ. തക്വ, സിനിമ ഉണ്ട് അല്ലേ, നമ്മുടെ പവർഫുൾ സിനിമ. തക്വ, ഷഹീം ഭായ് അത്തായം. വേറെ ആരെങ്കിലും? ബാക്കിയുള്ളവർക്കൊന്നുമില്ല? എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നത്. ഹസ്ന ഫാസ്റ്റിംഗ്, ഹത്തം, ഹത്തം ഊതുക, യെസ്. മിസ്ന ഫുഡ്. വേറെ ആരാ? ഹത്തം ഊതുന്ന എഴുതിയിട്ടുണ്ട്. സമാധാനം, സക്കാത്ത്. പടച്ചോ, നമ്മള് മൊയലാളിയൊക്കെ ഉണ്ടല്ലോ. സ്പേസ് ഇന്ററാക്ഷൻസിന്റെ ഓണർ മിസ്റ്റർ ഷിനാബ് സർ, നമ്മളെ സ്വന്തം ദോസ്താണ്. സക്കാത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ. താങ്ക് യു ഫോർ ജോയിനിങ്. വേറെ ആരാണ്? കഴിഞ്ഞല്ലേ? ഓക്കെ. ഏതായാലും സംഭവം ഞാൻ പറഞ്ഞ ടോപ്പിക് ഒന്നാണ്, പക്ഷെ ഓരോരുത്തരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്ന തോട്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ് അല്ലെ. അതില് ഞാന്
ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും ആദ്യത്തെ 10 നമ്മൾ ഈ ദിക്റാണ് ചൊല്ലേണ്ടത്, രണ്ടാമത്തെ 10 ഇതാണ് ചൊല്ലേണ്ടത്, മൂന്നാമത്തെ 10 ഇതാണ്, അതൊന്നല്ല ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇന്നും മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാ പറയാ. നമ്മള് ഒട്ടുമിക്ക നോമ്പുകളിൽ, നോമ്പ് എന്നല്ല, നമ്മൾ പൊതുവേ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാത്ത ചില കുറച്ച് കാര്യങ്ങളാണ്. ശ്രദ്ധ കൊടുക്കാത്ത നല്ല ചില ഫാമിലികളിൽ അത് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ചില ഫാമിലികളിൽ അല്ല ചില കുടുംബങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, പക്ഷെ ഇതൊന്ന് ഒരു ചലഞ്ചും കൂടെ ഉണ്ട് ഇല്ലേ 3 കാര്യങ്ങളിൽ. 3 കാര്യം മാത്രമല്ല, മെയിൻ ടോപ്പിക് ആയിട്ട് 3 കാര്യമാണ് പറയാന്ന് പറഞ്ഞിട്ടോ. ആദ്യത്തെ കാര്യം, ഈ നോമ്പാകുന്ന സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ ആരെങ്കിലും? കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും, പൊതുവെ നമ്മളിപ്പോ എന്തെങ്കിലും പൊറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കെ പിടിക്കാനൊക്കെ പറയും. നോമ്പൊക്കെ തുടങ്ങുകയാണ്, നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോലെ നോമ്പൊക്കെ തുടങ്ങുകയാണ്, എന്തെങ്കിലും പുറത്തു തരണേ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊരു കാര്യം. അതല്ലാതെ വേറെന്തൊക്കെയാണ് ചെയ്യാറ്? ഇപ്പം ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് മാറ്റം വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താറുണ്ടോ? നമുക്ക് നോമ്പ് ഏറ്റവും ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട്. ഒന്നാമത് എന്റെ ഹസ്ബൻഡിന് റെസ്റ്റോറന്റ് ആണ്, ഇപ്പൊ റംസാനിൽ തുറക്കൂല. പിന്നെ ഓഡിറ്റോറിയത്തിന്റെ ഒരു പരിപാടി ഉണ്ട്. റംസാനിൽ കല്യാണം ഇല്ല. നമുക്കും സ്കൂൾ ഹാഫ് ഡേ ഉള്ളൂ. അപ്പൊ ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമുക്ക് ഫാമിലിയിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് റംസാനിലാണ്. ഇത് ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, നമ്മളിപ്പോ എല്ലാ രീതിയിലും ടെക്നോളജിക്കൽ ലെവലിലായാലും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ ഇങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം തോറും നമ്മൾ ഇങ്ങനെ എല്ലാ രീതിയിലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ വേറൊരു വിഷയം വരുന്ന വെച്ചാല്, ഇപ്പോ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണമൊക്കെ അല്ലേ, മാരേജ്, ഞാൻ പോലും അങ്ങനത്തെ ഒരു ഇതിലും കൂടെ ഒക്കെ കടന്നു പോയ ആളാണ് 5-6 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പം അത് വീണ്ടും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയോ, നടക്കുന്ന കല്യാണങ്ങളിൽ തന്നെ, കല്യാണം നടക്കൽ തന്നെ ഇപ്പൊ കുറവാണ്. പെൺകുട്ടിക്കൊന്നും കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ വേണേ ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോ കല്യാണം നടക്കുന്നതിൽ തന്നെ 25%, ദാറ്റ് മീൻസ് 4 കല്യാണം നടക്കുമ്പം 1 ഡിവോഴ്സ് ആവുന്നുണ്ട്. അതാർക്കെങ്കിലും അറിയാം? 25% കല്യാണവും ഡിവോഴ്സിലേക്ക് എത്തുന്ന സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പം നോമ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഇസ്ലാം റിലേറ്റഡ് ആണല്ലോ, ആ ഇസ്ലാമിക് വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ആ ഒരു മോഡിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതില് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, പൊതുവെ ഇപ്പം കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഫാമിലിയുമായിട്ടുള്ള സമയം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഫാമിലിയില് ഇപ്പൊ കുട്ടികളുടെ കാര്യം എടുക്കും, കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരോടാ പറയുന്നത് ഇത്. കുട്ടികളുമായിട്ട് കുറച്ചൊരു സമയം, ഇപ്പം വീട്ടിലെ ഫാദർ ആയിക്കോട്ടെ, മദർ പിന്നെ കുറച്ചും കൂടെ ഉണ്ടാവും വിചാരിക്കുക. പ്രത്യേകിച്ച് ഉപ്പമാരൊക്കെ കുട്ടികളുടെ കൂടെ ആകെ ഉണ്ടാവുന്ന സമയം എന്ന് വെച്ചാല്, അവരെ ഒന്നെങ്കിൽ എവിടേക്കെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് മദ്രസയിലേക്കോ, അല്ലെങ്കിൽ കുറച്ച് ചെറിയ കുട്ടികളുടെ കാര്യം കേട്ടോ, മദ്രസയിലേക്കോ സ്കൂളിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം മാത്രം, ചുരുക്കി പറഞ്ഞാല് ഒരു ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് മാത്രമൊക്കെ ഫാമിലിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പറ്റുന്നുള്ളൂ. എസ്പെഷ്യലി ആണുങ്ങൾക്ക്. അത് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പൊതുവെ ദാറ്റ് മീൻസ് കൂടെ ഉണ്ടെങ്കിലും കൂടെ ഇല്ലാത്ത പോലുള്ള ഒരു ഫീലാണ്. ദാറ്റ് മീൻസ് ഫുൾ എൻറ്റയർലി അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ല, ആ സമയത്തും എന്തെങ്കിലും വർക്ക് കാര്യങ്ങളോ ഫോണിലോ അതും ഇതുമായിട്ട് ഫുള്ളി കുട്ടികളിലേക്കായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അല്ലാത്തവരും എനിക്കറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നോണ്ട് തന്നെ ഈ നോമ്പ്
ഇപ്പം നേരത്തെ ജുനൈദമ്മൻ പറഞ്ഞ പോലെ നോമ്പിലേക്ക് കടക്കുന്ന സമയത്ത് പൊതുവെ നമുക്ക് വേറൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വേറൊരു വിഷയം ഉണ്ടാവാറ്, ബാക്കിയുള്ള പണികളൊക്കെ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ ആ ഫ്രീ കിട്ടുന്ന ടൈമും കൂടെ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? ഒരു 10-16 ഐറ്റം ഫുഡും നമുക്കൊരു ശരിക്കും ആദ്യം തന്നെ ഇപ്പോ അധിക വീടുകളിലും നോമ്പ് എന്ന് പറയുമ്പോഴേക്ക് ഫസ്റ്റ് ചിന്ത വരുന്നറിയോ? പുയ്യാപ്പിളനെ നോമ്പ് ഉറപ്പിക്കണല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലെ നോമ്പ് ഉറപ്പിക്കണല്ലോ, അതിപ്പോ ഏത് ഡേറ്റിനേക്കാ ഫിക്സ് ചെയ്യുക? ആ കാര്യങ്ങൾ ഇപ്പം വീട് വൃത്തിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അത് ഇതെന്ന് പറഞ്ഞ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ ഓരോ ദിവസത്തിലും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് ഒന്നാമത് വേസ്റ്റ് ആക്കുന്നവരും, പിന്നെ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നതിന് പകരം ഭക്ഷണമായിട്ട് എടുത്ത് കഴിഞ്ഞാട്ട് കമഴ്ത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നോമ്പ് തുറന്നതിന് ശേഷം തറാവിയും ഒക്കെ ഒരു കണക്കായി ഒരു ലെവൽ അങ്ങനെ പോകുന്നേ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളല്ലാതെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? പൊതുവെ നമ്മൾ ഈ ഇപ്പൊ ഫുഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരുപാട് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നതിന് പകരം കുറച്ച് ഫുഡ് ഒരു ചലഞ്ച് ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു 3-4 ഐറ്റംസ് മാത്രം, ഒരു 3-ൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ദാറ്റ് മീൻസ് ഒരു ജ്യൂസും എന്തെങ്കിലും ഒരു സ്നാക്കും ഒരു മെയിൻ കോഴ്സ് ഫുഡും. ഇപ്പം ജ്യൂസും ഉദ്ദേശിച്ച തരിക്കഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം. നമ്മൾ പൊതുവേ ഈ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റുള്ള മാസങ്ങളിൽ ഉണ്ടാക്കാത്ത ചില ഐറ്റംസ് നോമ്പിന് മാത്രം വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ നാട്ടിൽ ഏതാണെന്നൊന്ന് പറയോ? ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് തരിക്കഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. തരി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉണ്ട് തരിക്കഞ്ഞി. തരിക്കഞ്ഞി. അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും നാട്ടില് എന്തെങ്കിലും കടികൾ, സമൂസ, പൊക്കവട, അത് ഇത് എന്ന് പറഞ്ഞ കുറെ ഐറ്റംസ് ഉണ്ടാവില്ല ചില സമയത്ത്. ചിലടത്ത് ജീരകഞ്ഞി ഉണ്ടാവും. ജീരകഞ്ഞി ഉണ്ടാവും. ജീരകഞ്ഞി മെയിനായിട്ട് സൗത്തിലാണ് ഉണ്ടാവും. സൗത്തിലേക്കാണ് അല്ലെ? സൗത്തിലെ ജീരകഞ്ഞി മസ്റ്റാ. തറാവിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാ കുടിക്കുക. യെസ് തറാവിക്കൊക്കെ ശേഷമാണ് കുടിക്കാൻ തോന്നുന്നു അല്ലെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും ഐറ്റം നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും പേരുള്ള ഐറ്റംസ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. തരിക്കഞ്ഞിയൊക്കെ പോലുള്ള വേറെ എന്തെങ്കിലും, ഈ ജീരകഞ്ഞിയൊക്കെ പോലുള്ള വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഈ മലപ്പുറത്തെ അവലും പഴം കഴിക്കും ചിലര്. അവലും വെള്ളം കുടിക്കും. അവലും പഴവും റാഗി പറയല്ലോ ഓരോരുത്തരുടെ. ഞാൻ പറഞ്ഞു റാഗി എന്ന് പറഞ്ഞാൽ മുത്താറി അല്ലേ? മുത്താറി. തരിക്കഞ്ഞിക്ക് പകരം റാഗി യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ അങ്ങനെ മനസ്സിലായി. ഇല്ലാസ്ക ഫുൾ ജാർ സോഡ. ശരിയാട്ടോ. ആരുതാ മക്കള് കരയുന്ന? മ്യൂട്ടാക്കോ. കരയും കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. ഇല്ലാസ്ക പറഞ്ഞ ഫുൾ ജാർ സോഡ ശരിയാട്ടോ. നോമ്പ് തുറന്നിട്ട് നാട്ടിലുണ്ടാവില്ല ഒരുപാട് സ്ഥലങ്ങളിലല്ലേ കുൽക്കി സർവത്ത്, മറ്റേ ഫുൾ ജാർ സോഡ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് തറാവി ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ? നോമ്പ് കഞ്ഞി ആരോ പറയുന്നത്. നോമ്പ് കഞ്ഞി, ഈത്തപ്പഴം. ഈത്തപ്പഴമൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. പിന്നെ കാരക്ക, നമ്മുടെ നാട്ടിലേക്ക് കാരക്ക എന്ന് പറയാം. അപ്പൊ ഇതൊന്നുമല്ല നമ്മളെ വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ നോമ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ സൽക്കാരങ്ങളുടെ, നിങ്ങള് മെയിൻ ആയിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് റമദാൻ ഒന്ന് അടിച്ചു നോക്കുകയാണ് യൂട്യൂബിൽ ഇപ്പൊ റമദാൻ അടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരും എന്തറിയോ? റമദാൻ റെസിപ്പി, സ്പെഷ്യൽ റെസിപ്പി, സമൂസ് അല്ല റമദാൻ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഫസ്റ്റ് വരിക. കാരണം അത് അങ്ങനെ ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇപ്പോ. ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിടത്തോളം റമദാൻ ഈസ് ദ മന്ത് ഓഫ് ഫോർഗീവ്നെസ് എന്നല്ല നമ്മൾ പഠിച്ച്. പാപമോചനത്തിന്റെ മാസമാണ് അല്ലെ? അതെല്ലാവർക്കും അറിയാലോ. പാപമോചനത്തിന്റെ മാസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പല ദിക്റുകൾ ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും ചില സമയത്ത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ചെയ്ത പാപങ്ങള് പുറത്തു തരാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചില ആളുകളുടെ ലൈഫില് അവരോട് തെറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ. ഇപ്പം എന്റെ കേസാണെങ്കിൽ, അല്ലെ മിസ്സിനെ എടുക്കാം. മിസ്സിനെ മിസ്സിനെ ദ്രോഹിച്ചിട്ടുള്ള, മിസ്സിനെ ആരും ദ്രോഹിക്കാൻ പോകുന്നല്ല, മിസ്സിനെ കണ്ടാൽ തന്നെ ദ്രോഹിക്കാൻ തോന്നില്ല. പക്ഷെ ഞാൻ എക്സാമ്പിൾ പറയാം. മിസ്സിനെ ഇപ്പൊ ദ്രോഹിച്ച ആൾക്കാരുണ്ടെങ്കിൽ പൊതുവെ മിസ്സിനൊക്കെ അവരോടൊരു ദേഷ്യം ഉണ്ടാവും. അല്ല, മിസ്സിനെ എടുക്കുമ്പോൾ കണക്ട് ആവുന്നില്ല, ആരോടും ദേഷ്യം പിടിക്കില്ല, വേറെ എന്തായാലും എടുക്കാം. ഓക്കെ. അപ്പോ ഒരാള് ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും സമയത്ത് ദ്രോഹിക്കുക, അല്ലെങ്കിൽ നമ്മളെ ചതിക്കുക, വഞ്ചിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറയുക, വെറുതെ ദേഷ്യം പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് പൊതുവെ അവരോടൊരു ദേഷ്യവും വെറുപ്പൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവും. അപ്പോ ശരിക്കും നമ്മള് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് പടച്ചവൻ പറയുന്നുണ്ട്, എന്ത് തെറ്റുകൾ ചെയ്ത മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഞാൻ നിങ്ങൾക്ക് പുറത്തുതരാം. ആ റഹ്മാൻ റഹീം, പരമകാരുണികനും കരുണാനിധിയുമാണ്. ദാറ്റ് മീൻസ് എല്ലാ ജീവജാലങ്ങളോടും കരുണയോടുകൂടി, ഈ മൊത്തം പ്രപഞ്ചത്തോട് പോലും കരുണയോടുകൂടി ഡീൽ ചെയ്യുന്ന ഒരു പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം പടച്ചവൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ പല സാഹചര്യങ്ങളിലും ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ നമ്മൾ റെഡിയല്ല. ചിലപ്പം നമ്മളെ ഭാര്യനോടായിരിക്കും, ഭർത്താവിനോടായിരിക്കും, പാരൻസിനോടായിരിക്കും, ചില ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ? പടച്ചോൻ പുറത്തു തരാൻ റെഡി ആയിട്ടും നമ്മൾ പുറത്തു കൊടുക്കാൻ റെഡി അല്ല എന്നുള്ള ഏതെങ്കിലും ചില കേസസിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പടച്ചോനെക്കാട്ട് മുകളിൽ പോയോ? ചിന്തിച്ചു നോക്കിയൊന്ന്. നമ്മൾ ശരിക്കും പടച്ചവൻ എന്തും പുറത്തു തരാൻ റെഡിയാന്ന് പറയുമ്പോൾ നമ്മളത് പുറത്തു കൊടുക്കാൻ റെഡി അല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പടച്ചവനേക്കാട്, പടച്ചവൻ പുറത്തു കൊടുത്തോട്ടെ, ഞാൻ അങ്ങനെ പുറത്തു കൊടുക്കൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഈഗോ അല്ലെങ്കിൽ നമ്മളുടെ ആ എന്താ പറയുക, കിബിറ്, അഹങ്കാരം, ആ ഒരു സംഭവം അതിനെക്കാട്ടും മുകളിൽ പോകുന്ന സമയത്ത് പിന്നെ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് കുറവായിരിക്കില്ലേ? നമ്മൾ ആദ്യം നമ്മളുടെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും അഹങ്കാരവും അസൂയയും അത്യാർത്തിയും ചില ആവശ്യമില്ലാത്ത പേടികളും സംശയങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് കൂടുതലുണ്ടാവുക. പിന്നെ ഉള്ളത്, അധിക ഫാമിലിയിലും നമ്മള് ഇപ്പൊ നേരത്തെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു, ഹത്ത് ഓതി തീർക്കാറുണ്ട്. ഇപ്പം ഖുറാൻ ഫുള്ള് ഓതി തീർക്കാൻ വേണ്ടി ചില വീട്ടിലൊക്കെ ചില ആളുകളൊക്കെ 3 പ്രാവശ്യം ഹത്ത് ഓതി തീർക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംഭവം അവിടെ ഷോർട്ടേജ് വരുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഞാനും അതിൽ ശ്രദ്ധ കൊടുക്കാറില്ലായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ പഠിച്ചു വരുന്നുണ്ട്. എന്താ വെച്ചാല് ഇനി മുതൽ ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ ഫുഡിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ഫുഡിന്റെ ടൈം കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഫാമിലി ഒരുമിച്ചിരുന്നിട്ട് ഖുറാന്റെ അർത്ഥം പഠിക്കുന്ന ഏതെങ്കിലും ഒരായത്തെങ്കിലും, ഇപ്പൊ 30 ദിവസം എന്ന് പറയുമ്പോൾ 30 ദിവസത്തിൽ 30 ആയത്തിന്റെ അർത്ഥമെങ്കിലും അത് ഡെപ്തിൽ പഠിക്കുക. ഒരായത്തെടുത്തിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഇഖ്ലാസ് സൂറത്തിലെ ഖുൽ ഹുവല്ലാഹു അഹദ് കഴിഞ്ഞാല് അള്ളാഹു സമദ് എന്ന് പറഞ്ഞ ആയത്തില്ലേ, അള്ളാഹു സമദ് എന്താ അതിന്റെ അർത്ഥം? നമ്മളെല്ലാരും ഹത്ത് ഓതി തീർക്കുന്ന ആൾക്കാരൊക്കെയാണ്, പക്ഷെ ദിവസം ഓതുന്ന ഖുൽ ഹുവല്ലാഹു അഹദിലെ അള്ളാഹു സമദിന്റെ, ദാറ്റ് മീൻസ് ചില ആൾക്കാർ ഇവിടെ അറിയുന്നവരുണ്ടാവും കേട്ടോ, അറിയുന്നവരില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു സമദ് എന്ന് മാത്രം പറയുമ്പം എങ്ങനെ ആ ഫ്ലോയില് നമ്മൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ അല്ലാതെ അള്ളാഹു സമദ്, ആ സമദ് എന്നുള്ളത് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ആർക്കെങ്കിലും അതിന്റെ അർത്ഥം അറിയോ? ഇപ്പൊ ഇല്യാസ്കനെയും നമ്മളെ അസീനമേനൊക്കെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ അറിയുണ്ടാവും. എന്തായാലും ഒന്നും പറയാത്ത, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ, അറിയുന്നവർക്ക്. ഇല്യാസ്ക അല്ലെങ്കിൽ അസീനമേനം ആരെങ്കിലും.
ആരും ഒന്നും മിണ്ടാത്ത. അള്ളാഹു നിരാശ്രയനാണ്. യെസ്, നമുക്ക് എന്ത് കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റിയ ആളാണെന്നുള്ള ഇതിന് മീൻസ് ഏതൊരു കാര്യത്തിനും ദുനിയാവിലും ആഖിറത്തിലുള്ള എന്ത് കാര്യത്തിനും നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരാള്. അപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഒരു ചെറിയൊരു ആയത്തെടുത്ത് ജസ്റ്റ് ചോദിച്ചതാണ്. എന്താ സംഭവം വെച്ചാല് നമ്മൾ എല്ലാ വർഷവും നമ്മൾ എല്ലാവരാലും എന്താ സിനിമ നിരാശ്രയനാണ്. എല്ലാവരും ആശ്രയിക്കേണ്ടവനും അവൻ ആരെയും ആശ്രയിക്കേണ്ടാത്തവനുമാകുന്നു. യെസ് യെസ്, ആ ഒരു രീതിയിൽ അർത്ഥം എടുക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് കാര്യത്തിനും അങ്ങോട്ട് ആശ്രയിക്കാനും പറ്റുന്ന ഒരാളാണ് അള്ളാഹു എന്നാണ് ആ ഒരു ആയത്തിൽ പറയുന്നത്. അപ്പോ ഇതേപോലെ നമുക്ക് ഓരോ ദിവസവും ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, വലിയ സ്കോളേഴ്സിന് മാത്രമേ ഈ ഖുറാന്റെ അർത്ഥമൊക്കെ മനസ്സിലാവുള്ളൂ, നമ്മൾ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല. സ്കോളേഴ്സ് മീൻസ് വലിയ പണ്ഡിതന്മാർക്ക്, വലിയ ഉസ്താദുമാർക്ക് മാത്രമേ ഖുറാന്റെ അർത്ഥം നേരിട്ട് വായിച്ചാൽ മനസ്സിലാവുള്ളൂ, നമ്മൾ നേരിട്ട് വായിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാരെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നറിയോ, ഇത് നമ്മള് നല്ല നീയത്തോട് കൂടിയിട്ട് അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തവും സൃഷ്ടിച്ച് പരിപാലിച്ച് എഴുതി അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾക്ക് എത്തിച്ചു തന്ന അള്ളാഹ്ക്ക് നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരാൻ കഴിവില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ചിലപ്പം ചില ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ട് വരെ നമുക്ക് തോന്നും. മീൻസ് നമ്മളോട് സംസാരിക്കുന്ന പോലെ പോലും ഫീൽ ചെയ്യും ചില സമയത്ത്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാവാ. അപ്പോ എല്ലാ ദിവസവും ഇപ്പം ഫാമിലി എല്ലാവർക്കും പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ചിലപ്പോൾ ഫാമിലിന്റെ കൂടെ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റിക്കോളുന്നില്ല. പക്ഷെ എന്താ സംഭവം, സ്വന്തമായിട്ട് ഇരുന്നിട്ടെങ്കിലും കുറച്ച് ആയത്തുകളുടെ അർത്ഥം കുറച്ച് ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കും. നമ്മൾ റിയാസ് ഹക്കീം സാറിന്റെ സ്റ്റോറി ഇങ്ങനെ കാണല്ലോ, ഓരോ ദിവസവും ഓരോ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ പോകുന്നുണ്ടാവും, ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ സാർ ഏത് സ്പീച്ചിൽ സംസാരിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ആയത്തിന്റെ ഇതെടുത്ത് നിർബന്ധമാണ്, ഒരായത്തുണ്ടാവും അതിന്റെ അർത്ഥവും, അത് സാറിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷനും അതിലുണ്ടാവും. സാറിപ്പോ സെയിൽസ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഇമോഷണൽ ഇന്റലിജൻസ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഏത് തന്നെ ട്രെയിനിങ് ആണെങ്കിലും മീൻസ് അത്രത്തോളം ഖുറാൻ നമ്മൾ പൊതുവെ ഇപ്പൊ ഈ പാരൻസിന് ഉണ്ടാവുന്ന ഒരു പൊതുവെ പാരൻസ് എന്തുകൊണ്ടറിയാം, എല്ലാം സ്വന്തമായിട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം നേരെ മദ്രസയിലേക്ക് വിടും. അല്ലെങ്കിൽ മദ്രസയിലേക്ക് വിടുന്നതിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞിട്ട്, മദ്രസയിലേക്ക് പറഞ്ഞേക്കന്നെ വേണം. അപ്പം ഏത് രീതിയിലാണോ ഇസ്ലാം പഠിക്കാൻ പറ്റുക ആ രീതിയിൽ പറഞ്ഞേക്കണം. പക്ഷെ അതിന്റെ കൂടെ പാരൻസിന് ഉണ്ടാവുന്ന ഒരു പേടിയാണ് ഇമ്പോസ്റ്റീവ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഒരു പേടി, സൈക്കോളജിക്കൽ ടേം ആണ് ഇമ്പോസ്റ്റീവ് സിൻഡ്രം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് എനിക്ക് അറിയൂലല്ലോ പഠിപ്പിച്ചു കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്നവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുക. അപ്പൊ ആ ഒരു പേടി, എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇനി കറക്റ്റ് ആവാതായി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടല്ലോ. പക്ഷെ എന്താ സംഭവം എന്നറിയോ, നമ്മളൊരു പാരന്റ് ആവുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ച് അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും അത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുന്ന സമയത്ത് അത് പുറത്തുനിന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റീവായി മാറും. അത് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോ ഖുറാനിലൊരു കാര്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ നമ്മൾ പുലർത്താണ്, അത് കണ്ടിവര് പഠിക്കുകയാണ്, അതിനാണോ എഫക്റ്റ് കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പുറത്ത് മദ്രസയിൽ പോയി പഠിച്ചതിനാണോ? മദ്രസയിൽ പോയി പഠിക്കുന്നതിനെ കുറ്റം പറയല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളെ ഇല്യാസ് കെ ഒക്കെ മദ്രസ അധ്യാപകനാണ്, അപ്പൊ ഞാൻ അതിന് പറയല്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ കൂടെ നമ്മളും കൂടെ പഠിച്ചിട്ട്
അത് നമ്മളുടെ ജീവിതത്തിൽ ദാറ്റ് മീൻസ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വളരാന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ നൂർജഹാൻ മാം ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടല്ലോ. അതങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ അന്ന് അവിടെ വന്ന്, അത് ഞാൻ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. എൻ്റെ മക്കള് അതേ രീതിയിൽ ഫോളോ ചെയ്തത്. മദ്രസയിൽ പഠിച്ചതിനേക്കാളും അത് തന്നെയാണ്. അത് മാത്രമല്ല, പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ചത് ജീവിതത്തിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഓരോ മുസ്ലിമും നമ്മളെ ജീവിതം കണ്ടാണ് മറ്റുള്ളവര് ഇവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മളിലുള്ള തെറ്റുകൾ കാരണമാണ് ഇപ്പൊ മറ്റുള്ളവർ നമ്മളെ തീവ്രവാദികൾ അങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കുന്നതിന്റെ ഒരുപാട് മാറ്റം വരുത്താൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നോമ്പ് ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ടാണ്. ഖുർആന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് തന്നെ 30 ദിവസവും. ഖുർആൻ ഇറങ്ങിയത് റംസാനിലാണല്ലോ. അപ്പൊ ആ ഖുർആൻ ഇറങ്ങിയതിന് അതിനെ ആദരിക്കല് തന്നെയാണ് ഈ നോമ്പും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ഖുർആൻ പഠിക്കല് തന്നെയാണ്. ഒരായത്ത് പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ചെറിയ സൂറത്ത് പഠിച്ചാലും മതി. അതിന് കിട്ടണ കൂലി വേറെ ഒന്നിനും കിട്ടാൻ പോണില്ല. അത് വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. അതന്നെ, അത് മാം പറഞ്ഞ പോലെ നമ്മൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ് എന്നുള്ള സംഭവം. ഖുർആൻ തൊട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ലോകത്തിലെ ബെസ്റ്റാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാന്. ഖുർആൻ ആരെടുത്തൊക്കെ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി പ്രോഫറ്റ്സ്, ലാസ്റ്റ് പ്രോഫറ്റ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ബെസ്റ്റാണ്. ലോകത്തിലെ അള്ളാഹ് ഏറ്റവും ആദരിച്ചിട്ടുള്ള മാസവും കൂടാണ് റമദാൻ എന്ന് പറയുന്നത്. അതും ഈ ഖുർആനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് നമ്മൾ അത് എല്ലാ ദിവസവും ഇരുന്നിട്ട് ഇങ്ങനെ ഓതി പോകുന്നുണ്ട്, നമ്മൾ ഹത്തം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ വായിക്കുന്നത് എന്നുള്ളതിന്റെ അർത്ഥം അറിയാണ്ട് നമ്മളത് വായിക്കുന്നതിനെക്കാട്ടും നല്ലത് അർത്ഥം അറിഞ്ഞുകൊണ്ട്, മലയാളത്തിലുള്ള അർത്ഥമെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഷിഫ്റ്റ് ലൈഫിൽ ഉണ്ടാവും. ഞാനൊക്കെ ഒരു സമയത്ത് ആകെ തളർന്ന് അടിഞ്ഞൊരു സൈഡായ 5-6 വർഷങ്ങൾക്ക് മുന്നേ, ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഖുറാന്റെ മലയാള പരിഭാഷ എടുത്തിട്ട്, ഞാൻ പൊതുവേ ഖുറാനും ഇങ്ങനെ ഓതി പോറായിരുന്നു. അപ്പോൾ ഇപ്പുറത്തുള്ള പരിഭാഷ ഇങ്ങനെ കുറച്ചിങ്ങനെ വായിച്ചു, എല്ലാം നമുക്ക് മനസ്സിലായിക്കോളുന്നില്ല. പക്ഷെ നമുക്ക് മെല്ലെ മെല്ലെ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അടുത്ത പ്രാവശ്യം വായിക്കുമ്പോഴേക്ക് നമ്മളുടെ എക്സ്പീരിയൻസും പിന്നെ വായിക്കുമ്പോഴേക്ക് അത് വേറെ രീതിയിലാണ് നമുക്ക് മനസ്സിലാവുക. മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴേക്ക് നമുക്ക് അതിന്റെ വീണ്ടും ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റും. ദാറ്റ് മീൻസ് ഓരോ തവണ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ പ്രായവും മുന്നോട്ട് പോവല്ലേ, നമ്മുടെ എക്സ്പീരിയൻസ് മുന്നോട്ട് പോവല്ലേ. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ അതിന്റെ ഡെപ്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവട്ടോ. പക്ഷെ ഇതിനൊക്കെ ഈ ഖുർആൻ പഠിക്കുന്നതിനെയും ഫാമിലിയുമായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനെയും നമുക്കറിയാം. ഓരോ ഡീഡിനും നമ്മൾ കൊടുക്കണ 1 രൂപക്കാണെങ്കിലും എന്ത് പ്രവൃത്തിയാണെങ്കിലും 70 ഇരട്ടി കൂലിയാണെന്നാണ്. 1000 റുപ്യ കൊടുത്താൽ 70,000 ആണ്. 1 റുപ്യ കൊടുത്താൽ 70 റുപ്യ കൊടുത്ത കൂലിയാണ് ഓരോ സാധനങ്ങൾ, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പക്ഷെ അതിനൊക്കെ എന്ത് കാര്യമാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയും ഈ ദജ്ജാല് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ? ദജ്ജാലിന്റെ അനുയായികൾ ഇറക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഖുർആൻ എടുത്തിട്ട്, ഇപ്പം ഖുർആന്റെ പരിഭാഷ എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവേ. കുറച്ചു നേരം ഒന്ന് വായിക്കുക, ഒരു അരമണിക്കൂറെങ്കിലും വായിക്കുക, ഓതാന്നൊക്കെ വിചാരിച്ചിരിക്കും. ഒറ്റൊരു നോട്ടിഫിക്കേഷൻ, ഒന്നെങ്കിൽ സൗണ്ട് വരും, അല്ലെങ്കിൽ കിറ് മറ്റേ വൈബ്രേഷനിൽ ഇട്ടാല് ആ ഒരു സൗണ്ട് കേൾക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരും, എന്താ അറിയോ, അതിപ്പോ എന്തെങ്കിലും ഒരു നല്ല വാർത്ത ആയിരിക്കുമോ, ആരോ ലൈക്ക് അടിച്ചായിരിക്കോ, അല്ലെങ്കിൽ ആരോ നല്ല മെസ്സേജ് അയച്ചായിരിക്കോ, അതായിരിക്കോ ഇതായിരിക്കോ എന്ന് നോക്കിയിട്ട് നമ്മൾ അറിയാതെ അത് ഇങ്ങോട്ട് എടുത്തു പോകും. ഫോൺ എടുത്തു പോവേ. അപ്പൊ ഖുർആൻ കയ്യിൽ ഉണ്ടാവും, ആ ഫോൺ ഇങ്ങനെ എടുത്തു പോയി. അപ്പൊ ആ നോക്കിയ കാര്യം തുറന്ന് നോക്കി, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ അത് തുറന്ന്
പിന്നെ വേറെന്തോ ഒരു നോട്ടിഫിക്കേഷൻ അപ്പുറത്ത് കണ്ട്, പിന്നെ ഖുറാൻ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നോക്കി, പിന്നെ ഖുറാൻ ഇങ്ങോട്ട് വെക്കും, ഇങ്ങനെ ഇവിടേക്കോ അല്ലെങ്കിൽ അവിടെ സൈഡിലെങ്കിലും വെക്കൂ. പിന്നെ ഇതിങ്ങനെ നോക്കി പിന്നെ ഖുറാൻ മെല്ലെ ആ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ മെല്ലെ ബെഡ്മിൽ കയറി കിടക്കും. ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഫോൺ അറിയാതെ നമ്മൾ ഫോണിലേക്ക് അങ്ങനെ അങ്ങ് ലയിച്ച് ഖുറാൻ വേറെ വയ്ക്കും, ഫോണ് വേറെ വയ്ക്കും, നമ്മൾ വേറെ വയ്ക്കും എന്നായിപ്പോ. ഖുറാന്റെ കാര്യം മാത്രമല്ല കേട്ടോ, നിസ്കാരത്തിന്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങൾ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ഏതായാലും അടുത്തും കൂടി ഒന്ന് നോക്കിയിട്ട്, ചിലപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് പെട്ടെന്നുണ്ടാവും വാട്സപ്പിൽ ആരോന്ന് ഇമ്പോർട്ടന്റ് ഉമ്മ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. പിന്നെ അതിന്റെ റിപ്ലൈ കൊടുക്കാൻ ഉമ്മ ആർക്കോ ഫോൺ വിളിക്കാനായിരിക്കും പറഞ്ഞത്. അപ്പൊ ഫോൺ വിളിച്ച് ആ വഴിക്ക് പോകും. എന്തെങ്കിലും ആയിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നമ്മളെ നമ്മളെ കയ്യിൽ, നമുക്ക് തോന്നുന്നത് നമ്മളാണ് ഈ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഈ ഫോണാണ് ഇപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാം കൊണ്ടും നമ്മളെ ജയിലിലിട്ട പോലെ കെട്ടിയിട്ടിക്കാണ്. ഈ ഫോണുമ്മേൽക്ക് നമ്മളെ കെട്ടിയിട്ട പോലെ നമ്മളെ ലൈഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫും. ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മളെ ഒന്നായിട്ട് എല്ലാരെയും കൂടി കൊണ്ടുപോയിട്ട് വലിയൊരു ജയിലിട്ട് പൂട്ടുന്നേക്കാട്ടിലും എളുപ്പമാണ് സ്വന്തം റൂമിൽ ഈ ഫോണുമ്മലേക്ക് കെട്ടിട്ട് വേറെ ഒരു പരിപാടിയും ചെയ്യൂല. എങ്ങനെയാ എന്തെങ്കിലും പഠിക്കാനോ ഖുർആനെടുത്ത് വായിച്ചു നോക്കാനോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പണ്ട് കുറച്ചു കാലം ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ആക്റ്റീവായി വരുന്നതിന്റെ മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ഖുർആൻ ഓതുകയും ദിവസവും അത്യാവശ്യം സൂറത്തുകളൊക്കെ 1-2 സൂറത്തുകൾ മിനിമം ഓതുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് നിസ്കാരവും കുറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആ സ്പിരിച്വൽ കാര്യങ്ങൾ ഇങ്ങനെ കണക്ഷൻ വിട്ട് പോകുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും? ഫീൽ ചെയ്തിട്ടെങ്കിലും ചില ആൾക്കാർ പറയണ്ടാവില്ല. ആ കണക്ഷൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. കണക്ഷൻ അധികം ഏതെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴേക്ക് നേരെ എടുത്തിട്ട് ഫോണുമേൽക്കാ പോവാ. അതായത് എന്റെ കേസ് അടക്കം ഞാൻ പറയുന്നത് കേട്ടോ. അതിങ്ങനെ ഞാൻ ഈ നമ്മളെ പ്ലാനറൊക്കെ വാങ്ങിയതിന് ശേഷം ഇങ്ങനെ അത് ശ്രദ്ധിച്ച് ടൈമൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പോ. എന്നാലും ചില ദിവസങ്ങളിൽ മിസ്സായി പോവാറുണ്ട് മീൻസ് കുറച്ച് സമയം അതിലേക്ക് പോവാറുണ്ട്. പക്ഷെ കഴിയുന്നിടത്തോളം അങ്ങനെ റിക്കവർ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ദജ്ജാലിന്റെ ടീം ഇപ്പം നമ്മൾ അറിയാലോ, ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഇതിന്റെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് മൊത്തമുള്ളത്. ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുടെ ഒക്കെ, മറ്റേ ഈ ആപ്പിൾ ഇതായിക്കോട്ടെ, എല്ലാം അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ കൂടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത വീഡിയോസും ആവശ്യമില്ലാത്ത മ്യൂസിക്കും മനുഷ്യന്മാരുടെ മനസ്സിനെ ട്വിസ്റ്റ് ചെയ്യുന്ന, നമ്മളുടെ ചിന്തന, നമ്മളുടെ സ്പിരിച്വൽ തോട്ട്സിനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വൈബ്രേഷൻ ഉള്ള മ്യൂസിക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന റാപ്പൊക്കെ എന്താണെന്ന് വിചാരിച്ച് അധികവും സാത്താനെ ബോസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളിലുണ്ടാവുക. അതിന്റെ ലിറിക്സിലായിക്കോട്ടെ, അതിന്റെ മ്യൂസിക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മളുടെ സമയത്ത് ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമൊക്കെ പോണേ എന്ത് സ്പീഡിലാ പോണേ. ഇപ്പൊ നോക്കി 2026 ആയി, ഒരു മാസവും കഴിഞ്ഞ്. എന്നാ 2026 ആയത്? ഇന്നലെ അങ്ങനെ ആയതാ. ഒരു മാസം കഴിഞ്ഞ്. എന്ത് പോക്കാ പോണേ, എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മളെ സമയം, നമ്മള് അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് തൂക്കം കിട്ടുന്ന സാധനങ്ങൾ ഇപ്പം വളരെ കുറവായിരിക്കും. നമുക്ക് ഭക്ഷണം കഴിച്ചൊക്കെ കുറെ ഉണ്ടാവും, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആവശ്യത്തിലധികം ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്, ഒക്കെയാണ്. പക്ഷെ ഇത് ഇങ്ങനെ സ്പിരിച്വലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണക്ഷൻ പോയി കുറഞ്ഞ് വരുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തില് ഈ വിസ്ഡംസും ഇപ്പോഴത്തെ ജനറേഷൻ നോക്കാണ്ടി. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു 360 ഡിജി അക്കാഡമിയിൽ. അപ്പോ ജുമന്റെ ടൈം ആവാനായിട്ടോ, അപ്പോ ഞാൻ ടൈം ആയല്ലേ നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല, ഇവിടെ കുറച്ചാൾ മാത്രമേ പോവാറുള്ളൂ. അധികവും മുസ്ലിംസ് ഉള്ള ഒരു ക്ലാസ് റൂമിൽ
അവിടെ അവര് കോമൺ ആയിട്ട് പറയാണ് ഇവനൊന്നും പള്ളി പോലൊന്നുമില്ല, മൂലയിൽ അവിടെ പോയി നിൽക്കലാണെന്നൊക്കെ. അതൊരു പ്രശ്നം പോലും അല്ലാത്ത രീതിയിൽ പറയാ, അതൊരു പ്രൗഡ് പോലെ. ഞാൻ ഉദ്ദേശിച്ച ഒരു 20-21 വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അതൊരു ജുമാക്ക് പള്ളിയിൽ പോണത് പോവാതിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് പോലും അല്ലാന്ന്. എല്ലാ നേരവും പള്ളിയിൽ പോകണമെന്ന് പഠിച്ച നമ്മള് അത് പോയിട്ട് ജുമാക്കെങ്കിലും നമ്മള് ഫർളായിട്ട് ഇമാമോട് കൂടി നിസ്കരിക്കണം എന്ന് പഠിച്ച നമ്മള് അതിന് അപ്പം ജുമാക്ക് പോലും പോവാത്ത ആൾക്കാരുടെ നിസ്കാരത്തിന്റെ കോലം എങ്ങനെ ആയിരിക്കും? പക്ഷെ അവരതിന് പോകുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റൂല കേട്ടോ. ദറ്റ് മീൻസ് നമ്മൾ ജുമാക്ക് പോകുന്നോണ്ട് നമ്മൾ അവരെക്കാട്ടും വലിയ മുന്തിയ ആൾക്കാരാവുന്നില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ചില ആൾക്കാരെ കാണാം പള്ളിയിൽ. ഇപ്പൊ നമ്മള് പള്ളിയിലേക്ക് ഇപ്പം ഈ നോമ്പ് വരെ പള്ളിയിൽ വരാത്ത ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് വരുമ്പോ ചില ആൾക്കാരുണ്ടാവും, ആ നോമ്പായപ്പോ വന്നല്ലോ, അങ്ങനെ പറയാൻ അവർക്ക് എന്താ അധികാരമുള്ളത്? നമ്മളെ കേസിനെ എടുക്കാം. അങ്ങനെ പറയാൻ ഈ പള്ളിയിലേക്ക് നോമ്പായപ്പോ മാത്രം വന്നല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാനോ അവരെ ജഡ്ജ് ചെയ്യാനോ നമ്മളാരാ? എന്ത് അധികാരമാണ് നമുക്ക് അതിനുള്ളത്? നമുക്കറിയോ ഓലും പടച്ചോനുമായിട്ടുള്ള ബന്ധം നമുക്കറിയോ? ഓലിപ്പോ ജുമുഅക്ക് പോകുന്നില്ല വിചാരിക്കുക, അവരോട് പറഞ്ഞു വെക്കാം. ദാറ്റ് മീൻസ് അവരെ നമ്മൾ അതുകൊണ്ട് അവർ മോശക്കാരനാണെന്ന് പറയാനോ ഒന്നുള്ള അധികാരം നമുക്ക് പടച്ചോൻ തന്നില്ല. ജഡ്ജിങ്ങിനുള്ള പവർ പടച്ചോന് മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ച് വന്ന് ഖുർആനൊക്കെ ഓതി ഭയങ്കര അടിപൊളിയെന്ന് നടക്കുന്ന ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ട് വിചാരിച്ചോടി, ഞാൻ അത്യാവശ്യം തിരക്കുകളില്ലാണ്ട് ഭയങ്കര ദീനിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, ഞാൻ ബാക്കിയുള്ള ചെക്കന്മാരെ നിസ്കരിക്കുന്നൊന്നുമില്ലല്ലോ, ഞാൻ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ആള് ആണ് എന്നുള്ള ചിന്ത വന്നതോട് കൂടിയിട്ട് അത് ആരെ ട്രാക്കാ? ഞാൻ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ആളാണെന്നുള്ളത് ആരെ ട്രാക്കാ? പണ്ടൊരിക്കൽ ഇബ്ലീസ് എന്ന ആളുണ്ടായത് എങ്ങനാ? ആ നല്ലൊരു മലക്ക് എങ്ങനെ ഇബ്ലീസായി മാറിയത്? അള്ളാഹ് പറയാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. അള്ളാഹ് പറയണേ. അപ്പോ എന്താ പറയുന്നത്? ഞാന് തീയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന്റെ മുന്നിൽ ഞാന് സുജൂദ് ചെയ്യൂല, ഞാൻ അതിൽ അത്യാവശ്യം മുന്തിയ ആളാണ്, ഒരുപാട് വർഷങ്ങള് ലക്ഷക്കണക്കിന് വർഷങ്ങള് അള്ളാഹ്ക്ക് വേണ്ടി അമലുകൾ ചെയ്ത ഒരു മലക്കാണ്. അപ്പൊ എന്താ സംഭവം? ഞാൻ എന്ന ചിന്ത വന്നതോട് കൂടിയിട്ട് ആ ചെയ്ത അമലുകൾ മൊത്തം അത്രേ ഉള്ളൂ. ഇത്ര മാത്രമേ ഒരു നിമിഷത്തേക്ക് ഞാൻ എന്ന ചിന്ത കേറി കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചിട്ട് ആ ചെയ്ത അമല് മൊത്തമായിട്ട് മയഞ്ഞു പോവാണ്. വേറൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ചെയ്യുന്ന അമലോണ്ടൊന്നും നമ്മൾ കഴിച്ചിലാവില്ല കേട്ടോ. നമ്മൾ ഒറ്റ നോമ്പോണ്ടോ നമ്മൾ നിസ്കരിച്ച നിസ്കാരം കൊണ്ടോ ഒന്നും നമ്മൾ കഴിച്ചിലാവുന്നില്ല. ദാറ്റ് മീൻസ് പടച്ചോന്റെ കരുണ കൊണ്ട് കഴിച്ചിലായി. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു നോക്കുക, പടച്ചോന്റെ കരുണ കൊണ്ട് കഴിച്ചിലായ രക്ഷപ്പെട്ട്. അതല്ലാണ്ട് നമ്മള് ഞാൻ എല്ലാ നേരവും നിസ്കരിക്കുന്ന ആളാണ്, വേറൊന്നുണ്ട്, നോമ്പിന് ചില ലേഡീസ് ഒക്കെ ഹിജാബ് ഇടും. നോർമലി ഹിജാബ് ഇടാത്ത ആൾക്കാർ ഹിജാബ് ഇടുമ്പോ ചില ലേഡീസ് കാണാം, ഓളിപ്പോ ഹിജാബ് ഇടാൻ തുടങ്ങിക്ക, നോമ്പായപ്പോൾ ഹിജാബ് ഇടാം. അത് പറയാൻ മറ്റുള്ളവർക്ക് എന്ത് അധികാരമുള്ളത്? ആ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോ അവര് ആ ഹിജാബ് ഇടുന്ന പ്രോസസ്സ് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതിനുള്ള കുറ്റം കൂടി ആ പറഞ്ഞ ആൾക്ക് കിട്ടും. ചിലപ്പോ ഒരു കഥ ഉണ്ട്. ദാറ്റ് മീൻസ് ചില നാട്ടിലൊക്കെ ഒരാള് ഒരു കഥ, നോമ്പിൻ്റെതല്ല, വേറൊരു സംഭവമാണ്. ഒരാളുടെ ഉപ്പ മരണപ്പെട്ട സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ഉപ്പ മരണപ്പെടുകയാണ്. അപ്പൊ ആൾക്കൊരു മനസ്സിൽ ഒരു വേദനയും, ദാറ്റ് മീൻസ് ഒരു ഒറ്റപ്പെടൽ ഫീലിങ്ങും, മൊത്തത്തിൽ ഭയങ്കര പെയിനും സ്ട്രെസ്സും ടെൻഷനും വേദനയും സങ്കടവും എല്ലാം കൂടെ ആയിട്ട് കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി. അപ്പോ പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ചില കാരണവന്മാരുണ്ടാവും. ഓലെ വിചാരം ഓരാണ് പള്ളി എന്നാണ്. മീൻസ് അവരെ ഭവനമാണ് പള്ളി എന്ന് അവരെ വിചാരം. അതിലൊരാള് ചോദിക്കുകയാണല്ലേ, അപ്പൊ
വാപ്പയൊക്കെ മരിച്ചപ്പോ എനിക്ക് പള്ളിയിൽ വരാൻ തോന്നിയല്ലോ, എന്താ ഇതുവരെ ഇനി വരാത്തത്? ആ ചോദ്യത്തോട് കൂടിയിട്ട് ആ പള്ളിയിൽ പോവാൻ വിചാരിച്ച ആ ആള് പള്ളിയിൽ പോക്ക് നിർത്തി. അത് അവരെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണോ എന്തോ ആയിട്ടോ, പക്ഷെ ആ ഒരു വാക്കുകൊണ്ട് ആ പള്ളിയിൽ വരാൻ നല്ല നീയത്തോടു കൂടി വന്ന ആളെ പിന്തിരിപ്പിച്ചതിനുള്ള കുറ്റം ആർക്ക് കിട്ടും? ആ പറഞ്ഞ കാരണവർക്ക് കിട്ടൂലേ? ഇപ്പൊ ആ കാരണവരെ കുറ്റം പറയാനും നമുക്ക് അധികാരമല്ല. ഞാൻ ഇതൊരു കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറയാണ്. ഇതേപോലെ തന്നെ നോമ്പിന് ആരെങ്കിലും നല്ല രീതിയിൽ പള്ളിയിൽ പോവുക, ഹിജാബ് ഇടുക, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന 27 ആൾക്കാർ 30 ആൾക്കാർ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോവാതിരിക്കുക. വെറുതെ നമ്മൾ ചെയ്ത കൂലി എല്ലാം കൂടെ കൊണ്ടുപോയി ഓല വലത്തെ ഭാഗത്ത് എഴുതിച്ചിട്ട് ഒരു കാര്യമില്ല. ഓര് ചെയ്യുന്നത് ഓർക്ക്, നമുക്ക് ചെയ്യുന്നത് നമുക്കും കിട്ടിക്കോട്ടെ. ഒരു ഹിജാബ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് പറ്റൂന്നുണ്ടെങ്കിൽ പറഞ്ഞു നോക്കുക എന്നല്ലാതെ ഇടുന്നവരെ പിന്തിരിപ്പിക്കുക, കളിയാക്കിയതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ പറഞ്ഞാല് റമദാൻ എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മളുടെ ചീത്ത ശീലങ്ങള് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മാസമല്ല. ചില ശീലങ്ങൾ ഉണ്ടാവും നമ്മൾ റമദാനിൽ മാത്രമായിട്ട് മാറ്റി. ചില ആൾക്കാരെ കാണാം സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ നോമ്പിന് സിഗരറ്റ് വലിയ കാർഡ് നിർത്തിയിട്ടാണ് ഉഷാറാവും. നോമ്പ് കഴിഞ്ഞാൽ അതവിടെ തുടങ്ങുകയും ചെയ്യും. അവരെ ജഡ്ജ് ചെയ്യാൻ നമ്മളല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാരും ഇനി യൂട്യൂബിൽ കാണാൻ പോകുന്ന ആൾക്കാരും ഒരു കാര്യം ഉറപ്പുവരുത്തുന്നത്, Ramadan is not the month of pausing bad habits. It is the month of stopping and continuing of not doing any bad habits. അപ്പം മീൻസ് പോസ് ചെയ്യൽ മാത്രമല്ല, നിർത്തുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ മൊത്തത്തിലങ്ങ് നിർത്തിക്കാള്. ആ രീതിയിലുള്ള ഒരു നീയത്തോട് കൂടിയിട്ട് നിർത്തുക. എന്ത് മോശം സംഭവങ്ങൾ നിർത്തുന്നുണ്ടെങ്കിലും എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിലും ആ മോഡിൽ പോവാ. ഇനി റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ റമദാനിൽ എല്ലാ ദിവസവും ഒരായത്തെങ്കിലും അർത്ഥം പഠിക്കട്ടെ. ഒരായത്ത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാട്ടോ, 10 ആയത്തൊക്കെ അർത്ഥം പഠിക്കാനൊക്കെ 10 ആയത്തൊക്കെ സുഖമായിട്ട് നമ്മൾ നടക്കുകയും ചെയ്യും. അപ്പൊ അത് റമദാനിൽ മാത്രം ആക്കണ്ട, എല്ലാ ദിവസവും ഒരായത്ത് പഠിച്ചു നോക്കിയാല് നമുക്ക് ഒരു കൊല്ലത്തിൽ 365 ആയത്തിന്റെ അർത്ഥം പഠിച്ചൂടെ? ചിലപ്പം ചില ആയത്തൊക്കെ വലിയ ആയത്തുകൾ ഉണ്ടാവും, പക്ഷെ എന്നാലും അത് കുറച്ച് ടൈം എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാലും അതിന്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മളെ മനസ്സിൽ വന്നു കിട്ടിയാല് അർത്ഥം പഠിക്കുക എന്നുള്ള രീതിയിലല്ല, അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നന്നാവും. പിന്നെ ആ സോഷ്യൽ മീഡിയയുടെ കാര്യം നമ്മൾ പറഞ്ഞ് ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ് ഇത് ഒരു ഇതാട്ടോ, ഒരു ട്രിക്കാണ്. ഇപ്പൊ എല്ലാവർക്കും ട്രിക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, പെട്ടെന്ന് കാര്യം നേടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര താല്പര്യമില്ല. അതിനുള്ള പെട്ടെന്ന് കാര്യം നേടാനും കൂടുതൽ എന്താ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് അറിയോ? നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്, അത് പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഒരു സംഭവം എന്താ അറിയോ? നിങ്ങൾക്ക് നല്ല അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണോ, നല്ല ലെവലിലേക്ക് എത്തണം, ഒരുപാട് ആളുകളെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ ട്രെയിനർ, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക, സ്വയത്തിന് വേണ്ടിയല്ല. എന്താ സംഭവം അറിയോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മനസ്സൊരുക്കി നല്ല തക്കവയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക ആരാ? ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുക ആരാ അറിയോ? മലക്കുകളാണ്, നല്ല മലക്കുകള്. അപ്പൊ എന്താ സംഭവം അറിയോ? എങ്ങനെ ആമീൻ പറയാ? പഠിച്ചോനെ വലുതാ ഈ ചെങ്ങായി ഇതാ മറ്റേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിച്ച ആൾക്ക് ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അവരെക്കാട്ടും നല്ലത് നീ കൊടുക്കണേ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനസ്സിലായോ? ദാറ്റ് മീൻസ് നമ്മൾക്ക് ജീവിതത്തിൽ നേട്ടം, ദാറ്റ് മീൻസ് ഏതെങ്കിലും ലെവലിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ നന്നായി കാണാൻ വേണ്ടിയിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് നന്നായി കാണുന്നത് മാത്രമല്ല, അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ
എന്താണ് ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മുട്ടൊരുക്കി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാണ്ടല്ലോ നമ്മൾ ഏത് പ്രശ്നങ്ങളും സ്വയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും പവർഫുൾ ആണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം അതില് ആമീൻ പറയുകയും നമുക്ക് വേണ്ടി പടച്ചവനോട് വീണ്ടും മാറ്റി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മലക്കുകളാണ്. എന്തായാലും മനുഷ്യന്മാർ പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും ചിലപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ആയിരിക്കില്ല പടച്ചവൻ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചില മനുഷ്യന്മാരുടെ പ്രാർത്ഥന ആയിരിക്കും. പക്ഷെ അപ്പൊ ഈ നമ്മൾ ഒരുപാട് തെറ്റുകൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ചെയ്തു പോകുന്ന മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാണ് മലക്കുകൾ. നമ്മൾ പറഞ്ഞേക്കല്ലേ, നമ്മൾ മലക്കുകളൊന്നല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ പറ്റിപ്പോകൂലേന്ന്. അപ്പൊ എന്താ സംഭവം, ഇതൊരു ഒരു ഒരു ഹാക്കായിട്ട് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് എടുക്കുക കേട്ടോ, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പൊ എന്താ സംഭവം, നോമ്പിന് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, ഓൾറെഡി നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും 70 ഇരട്ടി കൂലിയാ. അപ്പൊ നമ്മള് നോമ്പിന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം 70 മലക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ ഒരു ലോജിക്കും സെൻഷ്വലും എല്ലാം കൂടെ കൂട്ടിയിട്ടാട്ടോ പറയുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ക്ഷമിക്കാം, ഈ ലാസ്റ്റിലേക്ക് തിരുത്തി തന്നാ മതി. പിന്നെയുള്ള കാര്യം എന്താണ് വെച്ചതിലുള്ളത്, അതേപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ കിട്ടാത്തൊരു വിഷയം വരുന്നുണ്ടല്ലോ. ഈ ഒരു വിഷയം കൂടെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ എന്തെന്നറിയോ, നമുക്കറിയാം നമ്മള് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പടച്ചോന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ വിശ്വാസത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, പടച്ചോനോട് നമ്മൾ സംസാരിക്കുകയാണ് നേരിട്ട്. ആ ഒരു മോഡിലാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ ഇതിലും ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേരിട്ട് അള്ളാഹ് മുന്നിൽ നിൽക്കുന്നുണ്ട്, അള്ളാഹിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അള്ളാഹിനോട് സംസാരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ നിന്നിട്ട് ഫാത്തിഹ ചൊല്ലി തീരുമ്പോഴത്തിന് തന്നെ നമ്മളെ ചിന്ത വേറെ പോവാണ്. അപ്പൊ അള്ളാഹ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്നെക്കാട്ടിലും വലിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടല്ലേ? ഐ മീൻസ് ഞാനല്ല ഇമ്പോർട്ടന്റ്, എന്നെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങളും അതും ഇതും വിഷയങ്ങളും, അവിടെ പോകണം ഇവിടെ പോകണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്ന ആ സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പടച്ചോന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്, പടച്ചോനോട് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആരോടോ ഒന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് എന്നോടൊപ്പം മിസ്സിന് എന്തോന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് മോന്തിരിച്ചിട്ട് മിസ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? എന്തൊരു ഇൻസൾട്ട് ആയിരിക്കും. അതേപോലുള്ള ഇൻസൾട്ട് അല്ലേ നമ്മൾ പടച്ചോനോട് ചെയ്യുന്നത്? അതേപോലുള്ള ഇൻസൾട്ടും അല്ല, അതിലും വലിയ ഇൻസൾട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മൾ പറയുന്നത്, നമ്മളെ പ്രാർത്ഥനയും നമ്മൾ പറയുന്നു കേൾക്കാൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുക. അപ്പോഴാണ് നമ്മൾ വേറെ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ചിന്ത അങ്ങനെ പറന്ന് നടക്കുക. അപ്പൊ ഈ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് നമ്മൾ പടച്ചവനെ ഇൻസൾട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കും. അതിനു വേണ്ടി പറഞ്ഞതാട്ടോ സംസ്കാരത്തിന്റെ കാര്യമൊക്കെ. പിന്നെ കഴിയുന്നിടത്തോളം ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നതിനെ പോലെ തന്നെ ആരെങ്കിലും ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന സ്വഭാവമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ഓതിയ ഖുർആൻ ആയിക്കോട്ടെ, നോറ്റ നോമ്പായിക്കോട്ടെ, അതിനൊക്കെ കൂലി വേറെ ആരോ കൊണ്ടുപോകും. ആ കുറ്റം പറയുന്നവർക്കാ പോവുക. നമ്മള് നല്ലത്, ഇത് രണ്ടും കണക്റ്റഡ് ആട്ടോ. നല്ലത് പ്രാർത്ഥിച്ചാൽ കൂട്ടിത്തരുകയും ചെയ്യും, മോശം വേറെ ആരെ പറ്റിയോ പറഞ്ഞാല് ഉള്ള എല്ലാം കൂടി എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്താം. വേറെ ഒന്നും വേണ്ട, കുടുംബ ബന്ധങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് ഊഷ്മളത കൊണ്ടുവരിക, നല്ല ക്വാളിറ്റി ടൈം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് ഖുർആന് പഠിക്കുന്നത് അർത്ഥത്തോട് കൂടിയിട്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അത് കുടുംബത്തോടൊപ്പം പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരായത്തെങ്കിലും ഇങ്ങനെ വീട്ടിൽ ഡിസ്കഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ ഒരായത്തിനെ കുറിച്ച് ഒരു ദിവസം ഡിസ്കസ് ചെയ്തോളി, അല്ലെങ്കിൽ 1 2 ആയത്ത് എടുത്തിട്ട് അതെന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. ആ പഠിച്ച കാര്യം ജീവിതത്തിൽ
അതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആ മോഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഷിഫ്റ്റ് ലൈഫിൽ വരും. ഇതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെ 10-16 ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു ത്രീ ഐറ്റം ചലഞ്ച് എന്നോ അല്ലെ 3 to 4 ഐറ്റം ചലഞ്ച് എന്ന് വെച്ചിട്ട് ഡെയിലി ഒരു 3-4 ഐറ്റത്തിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്ന സ്വഭാവവും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട്, പിന്നെന്ന് വെച്ചാല് ലേഡീസിനെ മാത്രം അടുക്കളയിലേക്ക് പറഞ്ഞയച്ചിട്ട് ലേഡീസ് ഭക്ഷണം ഫുള്ള് ലേഡീസ് ഉണ്ടായിക്കോളാം, ആണുങ്ങൾ പോയി കിടന്നുറങ്ങാന്നുള്ള സിസ്റ്റം മാറ്റിയിട്ട് ഒന്ന് കൂടി കൊടുത്തിട്ട് ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് ഹസ്ബൻഡ് പോയിട്ട് അല്ലെങ്കിൽ സഹോദരന്മാർ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടി വീടുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയാവില്ല, ലേഡീസ് മാത്രം വിചാരിച്ചാൽ പോരാ, ജെന്റ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, അത് രണ്ടാളും കൂടി ഒന്ന് മനസ്സ് വെച്ചിട്ട്. ചില വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മീൻസ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങുന്നതിന് പകരം ഒന്ന് മ്യൂച്വലി സപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതും ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഫാമിലി ടൈം ഫാമിലികൾ നമ്മൾ കുറച്ചും കൂടി ആ ഒരു ബോണ്ട് സൃഷ്ടിച്ചെടുക്കാനൊക്കെ ഈ റമദാനിൽ നമുക്ക് പറ്റും. പിന്നെ വെച്ചാല് ഏത് പ്രാർത്ഥന, ഏത് നിസ്കാരം ആയിക്കോട്ടെ, എന്ത് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സംഭവം കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്ത് തന്നെ കാര്യമാണെങ്കിലും അത് നമ്മൾ എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉടനീളം നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കിട്ടുന്ന സമയത്ത് ബീവി പത്നി ചോദിക്കുന്നുണ്ട്, ഭവന നിങ്ങൾ എന്തിനാ, നിങ്ങൾക്ക് ഓൾറെഡി സ്വർഗം ഉറപ്പിച്ചിട്ടുള്ള ആളല്ലേ, നിങ്ങൾ കഴിഞ്ഞു പോയ പാപങ്ങളും പുറത്തുന്നതാണ്, നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളും നിങ്ങൾക്ക് പുറത്തുന്നതാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? ഈ മോഡിലല്ല, നല്ല മോഡിലാ ചോദിച്ചത്. ഞാൻ ഒന്ന് അതിശയോക്തി കൂട്ടി പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്നാ പറഞ്ഞത്. മീൻസ് ലൈൻ ശക്കർത്തും ലസീദന്നക്കും. അതൊക്കെ കണക്റ്റഡ് ആണ്. എങ്ങനെ നമ്മൾ നന്ദി കാണിച്ചാല് നമുക്ക് ഏറ്റി തരുന്ന പറയുമ്പോൾ തന്നെയാണ് നന്ദികേട് കാണിച്ചാല്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ്, ഞാൻ ഏതായാലും എല്ലാ തെറ്റുകളും പുറത്ത് കിട്ടിയ ആളല്ലേ, ഞാൻ ഇനി കാര്യമായിട്ട് നിസ്കരിക്കൊന്നും ചെയ്യണ്ടല്ലോ, ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിലും സ്വർഗത്തിലല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നേരെ ഇബ്ലീസിന്റെ പാതയിലായി പോലെ. യെസ്. പിന്നെ വെച്ചാല് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം വെച്ചാല് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ആരോടെങ്കിലും ഇനി നമ്മളുടെ പാപമോചനം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മള് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ സംഭവങ്ങളോ ഉള്ളിൽ ഇപ്പോഴും കൊണ്ടുവച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് അത് പുറത്ത് കൊടുക്കുക. അതേപോലെ ആരോടെങ്കിലും അങ്ങോട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് സത്യം പറയട്ടെ, ഇന്ന് ക്ലാസ്സിന് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ 8 മണി മീൻസ് 8:30 ആക്കാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. എനിക്ക് രണ്ടാളോട് എനിക്കിങ്ങനെ എന്തോ ഒരു കഴിഞ്ഞ ദിവസം 1-2 കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് എനിക്കിങ്ങനെ ഫീൽ ചെയ്ത് എനിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയോ, ഞാൻ കുറച്ചൊന്ന് ഓരോടൊന്ന് റോങ് ആയി പോയോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്തെന്ന് അറിയോ, ഓലെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു വിഷയം എന്റെ മനസ്സിൽ വിഷമായിട്ട് തോന്നിയനു. എനിക്ക് എന്റെ മനസ്സിലൊന്നുമില്ല, നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞതിന് രണ്ടാൾക്കാരാ, രണ്ട് കേസസ് ആണ്. എനിക്കിങ്ങനെ തോന്നി എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ തോന്നിയപ്പോ അത് ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ കയറാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 8:30 എന്ന ടൈം പറഞ്ഞത്. അപ്പോ ഇത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ആൾക്കാരോട് ദേഷ്യവും വെറുപ്പും വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും പുറത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ശരിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നോമ്പാവാൻ കാത്തു നിൽക്കണ്ട, അത് വിളിച്ച് പറഞ്ഞിട്ടൊന്ന് സോൾവ് ചെയ്താളി. നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി നിങ്ങളും മാപ്പ് ചെയ്ത് തരണേന്ന് പറഞ്ഞാൽ മതി. ആ ഒരു കടമേ നമുക്കുള്ളൂ. ആ കടമ നമ്മൾ ചെയ്താൽ ബാക്കി പഠിച്ചോന് വിട്ടുകൊടുത്താൽ മതിയല്ലോ. നമുക്ക് പറ്റുന്ന കാര്യം അതൊരു കടമയായിട്ട് ചെയ്യുന്നതിന് പകരം അത് മനസ്സറിഞ്ഞ് അത് അവരും അങ്ങോട്ടുള്ള സംഭവങ്ങളൊന്ന് സോൾവ് ആക്കി തരണം എന്നുള്ള ഈ നിയത്തോട് കൂടി ചെയ്യാം.
ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. വേറെ കുറെ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ബോണ്ട് കാര്യങ്ങൾ സെറ്റാക്കി എടുക്കുക. ഫുഡ് കൂടുതൽ ഉണ്ടാക്കി ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് ഭാര്യയും ഭർത്താവും തുടങ്ങിയിട്ട് ഒരുമിച്ച് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന മോഡ്. എന്താ സംഭവം അറിയാം, ഭർത്താക്കന്മാരെ കൂടി കൂട്ടിപ്പിടിച്ചുണ്ടാക്കുമ്പോൾ കുറെ ഐറ്റം ഉണ്ടാക്കാൻ പറയൂല, കുറച്ച് ഐറ്റം മതി എന്ന് പറയും. അതെല്ലാത്തിനും വിട്ടുകയും മുറുക്കുകയും കഴിയുകയൊക്കെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ദിവസവും ഒരായത്തെങ്കിലും ഖുറാന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നോമ്പിന് മാത്രമല്ല, ലൈഫ് ലോങ് ഡീഡാക്കി മാറ്റുക. നമ്മളുടെ പ്ലാനറിലൊക്കെ പ്രത്യേകം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ച് പഠിച്ചോ, ഞാൻ നോമ്പിന്റെ ഇങ്ങനെ റീക്യാപ്പ് പഠിച്ച സമയത്ത് അതിങ്ങനെ അതും പഠിച്ചോൻ ആ ഇതിലേക്ക് ആഡ് ചെയ്യാൻ മനസ്സ് തോന്നിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ എന്നങ്ങനെ ചിന്തിച്ചപ്പോ അൽഹംദുലില്ലാ. കാരണം എന്താ അറിയോ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണെന്നറിയോ? മനുഷ്യന്മാര് ചെയ്യുന്നതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കല. ഖുറാൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കൽ മാത്രല്ല, ഖുറാന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കല്. അതിപ്പോ എന്ത് ട്രെയിനിങ് ആയിക്കോട്ടെ, മൈൻഡ് ട്രെയിനിങ് ആയിക്കോട്ടെ, നിങ്ങൾ ലൈഫ് കോച്ചിങ് ആയിക്കോട്ടെ, എന്ത് തന്നെ കോച്ചിങ് ആണെങ്കിലും, ഇപ്പം പാരന്റിങ് കോച്ചിങ് ആയിക്കോട്ടെ, എന്ത് കോച്ചിങ് ആണെങ്കിലും അതിൽ ഖുറാന്റെ എന്തെങ്കിലും അംശങ്ങളും കൂടെ മെല്ലെ ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കണുണ്ടെങ്കിൽ അത് പഠിച്ചോനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിലേക്ക് ഈ സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ എന്നുള്ള ഒന്നൊരു ഗ്യാപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിടേ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഈ നോമ്പിനെങ്കിലും, ഞാൻ ഉദ്ദേശിച്ച വെച്ചാൽ നോമ്പ് അത് മൊത്തം റീക്യാപ്പ് അടിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ 21 ദിവസമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഒന്ന് മാനേജ് ചെയ്ത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് കൺസ്യൂമർ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇരുന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ആണ് പറഞ്ഞത്. നിങ്ങളിപ്പോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതും ഈ നോമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ, ഫാമിലി ബോണ്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ക്രിയേറ്റർ എന്ന് ഉദ്ദേശിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ഷെയർ ചെയ്ത് ആ ഓരോ ഷെയറിനും ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ 70 ഇരട്ടി കൂലിയാണ്. അപ്പോ ഇനി അത് വിചാരിച്ചിട്ട് ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് എല്ലാം നല്ല ഇത് ഇങ്ങനെ ഷെയർ ചെയ്ത് മാത്രം ഇരുന്നാൽ പോരട്ടോ. നമ്മൾ ചെയ്യേണ്ട വേണം, ഷെയറിങ്ങിന് മാത്രം പോയി ഇരിക്കരുത്. ഓക്കെ, ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ കഴിയുന്നിടത്തോളം ജഡ്ജ് ചെയ്യാതിരിക്കുക. ഹിജാബ് ധരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരോട് പറയണമെന്നില്ല. ഇനിയിപ്പോ നോമ്പായിട്ട് പള്ളിയിൽ വന്നായിരിക്കൂലേ, അങ്ങനെ പറയണമെന്നില്ല, മനസ്സ് തോന്നിയാൽ മതി. അവരോട് പറയണമെന്നില്ല, മനസ്സ് തോന്നിയാൽ മതി. എന്ത് ആ ചിന്ത വന്നാൽ തന്നെ പോയി, എന്ത് പോയി, സംഭവം പോയി. നമ്മളുടെ ഈമാനെന്നോ എന്താ അതിന് പറയാ, തക്വാണോ, ആ സംഭവം ഉണ്ടല്ലോ, പടച്ചവനുമായിട്ടുള്ള കണക്ഷൻ പോയി. നമ്മള് ജഡ്ജ് ചെയ്യുന്ന ഒരാളായി മാറി. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്താല് ഇല്ല. ഞാൻ ഇന്ന് കൂടുതൽ എക്സൈറ്റഡ് ആണ്. എന്താ സംഭവം എന്നറിയോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല. ഇനി ഞാനിപ്പോ ഈ സ്റ്റോപ്പ് ചെയ്താൽ ഇവിടെ കുറെ സംഭവങ്ങൾ എനിക്ക് പുതിയ പഠിക്കാനുണ്ടാവും. ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ അറിയിക്കാം. ശരിയാ, അത് മറന്നു കേട്ടോ. നമ്മൾ ഈ റമദാൻ റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ആത്മാവും മനസ്സും ശരീരവും തലച്ചോറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റമദാന് വേണ്ടിയിട്ടും നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ടും സ്പിരിച്വൽ ഒരു എൻലൈറ്റ്മെന്റ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ടൊരു ഓഫ്ലൈൻ പ്രോഗ്രാം നടത്താൻ പോകുന്നുണ്ട്. ഈ നോമ്പിന്റെ 2-3 ദിവസം മുന്നേ കോഴിക്കോട് വെച്ചിട്ടാണ് ഓഫ്ലൈൻ പ്രോഗ്രാം. ഞാനും തസ്നി മാമും ആണ് ആ പ്രോഗ്രാമിൽ ഉണ്ടാവുക. സോൾ എലവേറ്റ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. കോഴിക്കോട് ഓഷ്യൻ ഹോട്ടൽ വെച്ചിട്ട് തന്നെയാണ്, ഫെബ്രുവരി 15-ാം തീയതി. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതല്ല ഇതിന്റെ മെയിൻ ഉദ്ദേശം, നിങ്ങൾ ഇപ്പൊ ഇന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏതായാലും സോ ഹാപ്പി, അൽഹംദുലില്ലാ. ഇനി ഫീഡ്ബാക്കുകളും അഭിപ്രായങ്ങളും പുതിയ അറിവുകളും ഒക്കെ പറഞ്ഞു തരിക.
റെഡിയാണ്. നമ്മൾ അത്ര ഞാനൊരു ദീനി പണ്ഡിതനൊന്നല്ല, എനിക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞതാണ്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മാപ്പാക്കുക. സോറി. താങ്ക് യു സോ മച്ച്. താങ്ക് അല്ല യു. മാം, യൂണിക്നെസ് ഫെസ്റ്റ് അല്ല മാം. യൂണിക്നെസ് അല്ല, ഫെസ്റ്റ് ഡേറ്റ് മാറിയിട്ടുണ്ട്. അത് നോമ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് ജസ്റ്റ് ഞാൻ ഇത് പ്രോഗ്രാമിന്റെ പ്രൊമോഷന് വേണ്ടി ചെയ്ത കോണ്ടന്റ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഈ പ്രോഗ്രാം നമ്മൾ പെട്ടെന്ന് ലോഞ്ച് ചെയ്തൊരു സംഭവമായിരുന്നു, ഈ എലവേറ്റഡ് സോളോ എന്നില്ല. അത് നമുക്ക് മുന്നിൽ 15 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ചിലരുണ്ടാവും ഓ ഇതിന് വേണ്ടിയിരുന്നു ഇത്ര കാലം നേരം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അതല്ല സംഭവം. നമുക്കിനി ഇനിയിപ്പോ നമ്മൾ 2 ആഴ്ച ഇത് കാണാനല്ലോ. പൊതുവേ നമ്മളെ ഫെസ്റ്റ് ഒക്കെ അറിയുന്നവർക്ക് അറിയണ്ടാവും, ഒരു മാസം മുന്നേ തന്നെ അല്ലെങ്കിൽ 2 മാസം മുന്നേ നമ്മൾ അനൗൺസ് ചെയ്യലുണ്ട്. ഇതൊരു നമ്മൾ ചെറിയ പ്രോഗ്രാം കുറെ ആൾക്കാർ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം 50% ലിമിറ്റ് ചെയ്തിട്ട്. കാരണം നമ്മൾ ഒരു ഇന്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, മൈൻഡ് എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കി ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു അടിപൊളി പേഴ്സൺ ആക്കി കൊടുക്കാന്നില്ല. അപ്പൊ 50 പോലെ ലിമിറ്റ് ചെയ്ത് ചെറിയൊരു പ്രോഗ്രാം പോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അപ്പൊ അതാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലാണ്ട് ഇത് പറയാൻ വേണ്ടി സെഷൻ വെച്ചത് കാര്യങ്ങളൊന്നുമല്ല. സാറ് മറന്നുപോയ സമയത്ത് ഞാൻ ഓർമ്മിപ്പിച്ചതായിരുന്നു പ്രോഗ്രാമിന് പറഞ്ഞു. നിങ്ങൾ ഇനി വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഓല അങ്ങനെ ചിന്തിച്ചില്ല. നിങ്ങൾ ഇനി പറഞ്ഞു ഓൾക്ക് തോന്നിപ്പിക്കാൻ. ഇല്ല, ജസ്റ്റ് പറഞ്ഞതില്ല. പിന്നെ അതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഈ നോമ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഒരിക്കല് ഗാസയിലൊക്കെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇത്രയും കഷ്ടപ്പാടും യാതനകളും അനുഭവിച്ച മനുഷ്യന്മാര് അവിടെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ മാസാണ്. ഭക്ഷണം കഴിക്കാനില്ല എന്ന് തന്നെ പറയാ. ഒരു സോഷ്യൽ എന്താ കട്ടായോ? സ്റ്റെക്കായി പോയി, ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ കേൾക്കണ്ടോ? ഓക്കെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഗാസയില് ഒരു സോഷ്യൽ മീഡിയ റിപ്പോർട്ടർ പോകുന്നുണ്ടായി. അപ്പോ റമദാൻ മാസത്തിലാ പോകുന്നത്. ഓൾറെഡി അവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ടോ തീരെ ഭക്ഷണവും സംഭവങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് സോഷ്യൽ മീഡിയ റിപ്പോർട്ടർ അവിടെ ഉള്ള ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഒരു ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് നോമ്പ് നോൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നോമ്പ് തുറക്കാനോ നോമ്പ് നോൽക്കാനോ എന്തെങ്കിലും അത്തായോ അല്ലെങ്കിൽ ഭക്ഷണമോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് ആ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാല്, ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ട്, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ വേറെയും ഈ ലോകത്തുണ്ട്. ആ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദനയും കൂടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും അത് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതേ പടച്ചോൻ നമുക്ക് തരുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നതെന്ന് പറയുന്നത്. മീൻസ് നമ്മളിങ്ങനെ ഈ നോമ്പൊക്കെ നോൽക്കുന്നതിൽ ശരിക്ക് ഇങ്ങനെ ഒരു ഇന്റൻഷനും കൂടെ ഉണ്ട്. ഇങ്ങനെ ബാക്കില് നമ്മളുടെ അമലുകൾ അധികരിപ്പിക്കാനും പാപമോചനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടുള്ള യാതനകളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു അവയർനെസ്സും കൂടെ ഈ ഒരു റമദാൻ എന്ന മാസത്തിനുണ്ട്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മയപ്പോൾ റിമൈൻഡ് ചെയ്താട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ആരോട്? ഞാൻ ആദ്യം ഇലിയാസ് ഖാനോട് തന്നെ ചോദിക്കാം. ഇലിയാസ് ഖാൻ പോയോ? ഇലിയാസ് ഖാൻ, ഹസീന മാം, ആരാ പറയാ? എന്തെങ്കിലും രണ്ട് നല്ല പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഫീഡ്ബാക്ക് പോയിട്ടില്ല. ഫോണാണ് ഇപ്പൊ സ്വിച്ച് ഓഫ് ആവാനുള്ള ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളിത് ചാർജ് ഒക്കെ ചെയ്ത് വരണ്ട ഇലിയാസ് ഖാൻ? അല്ല, ഞാന് യാത്രയിലായിരുന്നു. അപ്പൊ അതങ്ങനെ കഴിഞ്ഞ് കുത്തി വെക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ക്ലാസ്സിൽ അങ്ങനെ കേട്ട് ഇങ്ങനെ വന്ന് നേരെ ഒന്ന് ഇരുന്നതാണ്. ഇപ്പോഴാണ് സമയം ചാർജ് നോക്കിയത്. ഏതായാലും ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു സമയത്ത് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. അതില് അതിന്റെ മുമ്പ് ഞാൻ എൻ്റെ ഒരു വേറെ സന്തോഷം പറയട്ടെ. ഒരു പേഴ്സണൽ ഒരു പ്രൊമോഷൻ കൂടിയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ വീഡിയോ
ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞൊരു ഓൺലൈൻ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെറുതെ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു അഹങ്കാരം തോന്നാതിരുന്നില്ല. കാരണം അവിടെ അടുത്ത് ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് എന്റെ വീഡിയോ ഒക്കെ ആയിരുന്നു. ഓക്കെ. ആണ് അപ്പൊ അതിലെന്തായാലും അതൊരു ഉണ്ടാവല്ലോ. അതോടൊപ്പം അതില് എന്താണ് ആ വീഡിയോ കണ്ട് ഓൺലൈനായിട്ട് കണ്ട കുറച്ച് ആളുകൾ ഇൻസ്റ്റയില് പേര് സെർച്ച് ചെയ്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാണ്ട് കുറെ ആളുകൾ ഇൻസ്റ്റ വഴി കോണ്ടാക്ട് ചെയ്തിട്ട്, അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളല്ല, അത് ഇങ്ങനെ ക്ലാസ് എടുക്കുക ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു സന്തോഷം കൂടി അങ്ങനെ. കാരണം എന്താ വെച്ചാല് ഇല്യാസ് പറമ്പിൽ നിന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഇതിന്റെ ഒരു ഫോട്ടോ വരിക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണല്ലോ. അതിന് ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്, വലിയ സന്തോഷം. അതിനൊന്നും ഒരു പണിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ സത്യം പറയട്ടെ ഇല്യാസ്ക, ഞാൻ വെറുതെ പറയല്ല. നിങ്ങള് ഒരു സൂം എടുക്കുക, ഒരു സൂം എടുക്കാൻ മാസത്തേക്ക് ഒരു 439 അങ്ങനെ എന്തോ ഒരു പേയ്മെന്റേ വരുള്ളൂ, 100 ആള് കയറുന്ന സൂം. നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇതേപോലെ നിങ്ങളൊരു ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ആഴ്ച നിങ്ങൾ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ 100 ആൾ അപ്പത്തിന് തന്നെ ആവും. ഞാൻ തമാശ പറയല്ല. അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള ഏർപ്പാടൊന്നല്ല. യൂട്യൂബിൽ ഓൾറെഡി മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഓൾറെഡി അതിൽ ഉണ്ടാവും. അല്ല, ഞാൻ ഓൾറെഡി മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു. ഒന്നാമത് എന്താ വെച്ചാല് ഞാൻ ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ച സമയത്ത് എന്റെ അതേ ഏജിലുള്ള അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ അയാൾ അങ്ങനെ ഒരു വാക്ക് തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അയാൾക്കൊരു കുട്ടിയുണ്ട്, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദിച്ചത്. അതായത് കുറെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയൂല. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല സ്കൂളുകളിലായിട്ട് ജോലി ചെയ്യുന്നതും അതേപോലെ മദ്രസകളായിട്ട് ജോലി ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ പരിചയത്തിലുള്ള കുറെ ആളുകളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കഞ്ചിന്റെ പൈസ എന്തിലേലും വേണ്ടിയില്ല, ഞാൻ ക്ലാസ് എടുത്തു തരാം. കാരണം എന്താന്ന് വെച്ചാൽ ആളുകൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട്, അത് മാത്രമല്ല കേട്ടോ, ഇതിനോടനുബന്ധിച്ച് വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാനുള്ളത് ഇന്ന് ആ വിഷയം അല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും അത് മാത്രം ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വേദി ഉപയോഗപ്പെടുത്തണം താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ദിവസം പറയുകയും ചെയ്യാം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഒരു നോമ്പുമായി ബന്ധപ്പെട്ട്, അത് എന്താണ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: സത്യവിശ്വാസി ഒരു വയറ് നിറക്കുമ്പോൾ സത്യനിഷേധി 7 വയറ് നിറക്കുന്ന. ഓക്കെ, അതായത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയാണ്. അതൊരു യഥാർത്ഥ വിശ്വാസത്തിൽ പെട്ടതല്ല എന്നുള്ളതാണ്. ഈ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ പോലും. പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ആർക്കത് ഓർമ്മ ഉണ്ടാകൂല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെന്താന്ന് വെച്ചാല് ഈ നോമ്പിനെ കുറിച്ച് പരസ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, അതായത് അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വാന അജിസി ലഹു ബിഹി അങ്ങനെ എന്തുവാണ് അതിന്റെ ബാക്കി ഹദീർ വന്ന് ഇങ്ങനെയാണോ അങ്ങനെ. അതിന് 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ. അതിന്റെ വ്യാഖ്യാനം പറയുന്നത് നോമ്പ് എനിക്കുള്ളതാണ് എന്നുള്ള വാക്കിന് അതിനെ കുറിച്ച് കുറെ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് എങ്ങനെയാണ്, ഒന്ന് നോമ്പ് രഹസ്യമായിട്ടുള്ള ഒരു കർമ്മമാണ്. അതായത് ആരെയും പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല, അത് സ്വകാര്യമായിട്ട് ഞാൻ എൻ്റെ അടിമയും തമ്മിലുള്ളത്. നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ അറിയും എന്നുള്ള കാര്യത്തിലാണ്. മറ്റൊന്ന് ആൾദൈവങ്ങളും കള്ളദൈവങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പല രൂപത്തിലുള്ള ആരാധനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും നോമ്പ് എനിക്ക് മാത്രം അർപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ളൊരു ഇബാദത്താണ് എന്നുള്ളതാണ്. മൂന്നാമതൊരു സംഭവമുണ്ട്. ശരിക്കും നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട കാര്യം അതാണ്. അതായത് നോമ്പ് എന്ന് പറഞ്ഞാല് അന്നപാനീയങ്ങൾ മുഴുവൻ വെടിഞ്ഞു നിൽക്കുക എന്നുള്ളതാണല്ലോ ശരിക്ക്. ഭക്ഷണമൊന്നും കഴിക്കാതെ, അത് ആരുടെ വിശേഷനാണ്? ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളമൊന്നും കഴിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞ ആരുടെ വിശേഷനാണ്? അള്ളാന്റെ വിശേഷനാണ്. അള്ളാഹുവിന്റെ സ്വഭാവത്തോട് നിങ്ങൾ സാദൃശ്യപ്പെടുക, അള്ളാന്റെ കരുണ, അള്ളാഹുവിന്റെ സ്നേഹം, ഇതിനോടൊക്കെ സാദൃശ്യപ്പെടുന്നത് പോലെ അള്ളാഹുമായിട്ട് സാദൃശ്യപ്പെടുകയാണ് ശരിക്കും നമ്മൾ നോമ്പിലൂടെ. അതൊരു വലിയൊരു വിശേഷനാണ്. നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. പടച്ചോനെ, ഞാൻ അള്ളാന്റെ സ്വഭാവമായിട്ടാണല്ലോ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത്. അത് കൃത്യമായി ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത് റമദാന്റെ മുന്നേ തന്നെ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഈ നനച്ചുളിന്റെ കാര്യം പറഞ്ഞു, പുറം നന്നാക്കുക അല്ലെങ്കിൽ നനച്ചുളി അറിഞ്ഞാല് വലിയ ഇബാദത്താണ്, ചെറിയ ഇബാദത്തൊന്നല്ല. ഞാൻ അതിന്റെ ഇബാദത്തിന്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട്, ടോയ്ലറ്റിൽ പോവുക എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. നമ്മൾ ടോയ്ലറ്റിൽ പോവുക എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ഒന്ന് ടോയ്ലറ്റിൽ പോയി വരുമ്പോഴേക്കും ഒരു മനുഷ്യന് കിട്ടാവുന്ന നേട്ടങ്ങൾ വലുതാണ്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ഇടതുകാല് വെച്ച് കയറുന്നു, സുന്നത്താണ്.
അത് തന്നെ ഞാൻ ചെരുപ്പ് ധരിച്ച് കയറുക സുന്നത്താണ്. തല മറച്ച് കയറുന്നുണ്ടെങ്കിൽ അത് സുന്നത്താണ്. ഞാൻ ബാത്റൂമിലേക്ക് കയറിയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നതിനനുസരിച്ച് വസ്ത്രം ഉയർത്തുക എന്നുള്ളതാണ് സുന്നത്ത്. മുഴുവനായിട്ട് അഴിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. ഇരിക്കുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലമാണ്. അത് ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇബാദത്താണ്. വൃത്തിയാക്കുന്ന സമയത്ത് 3 തവണ കഴുകുക എന്നുള്ള ഇബാദത്താണ്. അതന്നെ അമിതമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇബാദത്താണ്. അവിടുന്ന് സംസാരിക്കാതിരിക്കുക, മൂത്രത്തിൽ തുപ്പാതിരിക്കുക, മൂത്രത്തിൽ നോക്കാതിരിക്കുക, ഗുഹ്യഭാഗത്തേക്ക് നോക്കാതിരിക്കുക സുന്നത്തുകളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനൊക്കെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ഇന്റൻഷ്യലി ചെയ്യുമ്പോൾ അത് ഇബാദത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുകയാണ്. അതേപോലെ അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് കേറുമ്പോ അള്ളാഹുമ്മ അസ്അലുക ഫളിക, പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉഫ്രാനകല്ലാം ഇതൊക്കെ, അതായത് ഒന്ന് ബാത്റൂം പോയി ഇറങ്ങാന്ന് പറയുമ്പോഴേക്ക് ഇത്ര തോനെ കൂലി ഉണ്ടെങ്കിൽ ശരിക്ക് വിക്റ് ചെല്ലുക എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് ചെല്ലുക എന്നല്ല. രാവിലെ മുറ്റടിക്കാൻ വേണ്ടി ചൂലെടുക്കുന്ന സമയത്ത് വൃത്തി ഇമാന്റെ ഭാഗമാണല്ലോ, ബിസ്മില്ലാ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ മുറ്റം അടിച്ചിരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അന്ന് മുഴുവൻ. അത് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇന്ന് വീട്ടിലെ മുറ്റടിച്ചായിരുന്നു, അത് ഭയങ്കര സന്തോഷായി. ഞാൻ പറഞ്ഞപ്പം കൂടി പറയാട്ടോ, ഞാനിങ്ങനെ ബാത്റൂം ക്ലീൻ ആക്കി. ഓക്കെ, എന്റെ വീട്ടിലെ റൂമിലെ ബാത്റൂം ഞാനിങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞ് എന്റെ ഭാര്യയോട് ഭയങ്കര പൊലിവില് പറഞ്ഞു, ഞാനിത് ക്ലീൻ ആക്കിയല്ലോ. അപ്പൊ എന്റെ വൈഫ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിലിപ്പോ എന്താ ഇത്ര വലിയ അത്ഭുതം ഉള്ളത്? ഞങ്ങളത് ഡെയിലി ചെയ്യാറുള്ളതാണ്. നിങ്ങളതൊരു ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബാധ്യതയല്ല എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ശരിക്ക് അതൊരു ഈക്വൽ ആയിട്ടുള്ള ബാധ്യതയാണല്ലോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എന്റെ ഡ്രസ്സുകൾ അലക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ എന്നെ പൊക്കി പറയല്ല കേട്ടോ. അതായത് അപ്പൊ അതിൽ പ്രത്യേകിച്ച് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് അപ്പൊ ശരിക്കും ബോധ്യപ്പെട്ടു. പക്ഷെ എന്നാലും അതിങ്ങനെ മാഷാ അല്ലാഹ് നന്നാക്കി ഒന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് ഭയങ്കര രസമാണല്ലോ. ഏതായാലും മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3% ബാറ്ററി ഇട്ടോ, കുത്തി വെച്ചാൽ പിന്നെ എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയൂല, അത് അതുകൊണ്ടാണ്. അപ്പം അതിന്റെ ഇടയിൽ ഓഫായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ അവിടെ പോവുകയും ചെയ്യും. അതായത് നിസ്കാരത്തിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കട്ടോ. നിസ്കാരം ശരിക്ക് നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു മടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടി നിസ്കരിക്കുന്നത്? ശരിക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനു വേണ്ടി നമ്മൾ ശരിക്കും നിസ്കരിക്കുന്നത്? ഒന്നെങ്കിൽ നരകം കിട്ടാതിരിക്കാന്, അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടും തെറ്റാണ്. നന്ദി കാണിക്കാനാ നിസ്കരിക്കുന്ന എന്തിനാന്ന് വെച്ചാല് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടെന്നല്ല, അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട്. കാരണം എന്താ വെച്ചാല് ഈ നിലക്ക് മനസ്സിലാക്കിയ ഒന്നും കൂടി നിസ്കരിക്കാൻ നമുക്കുള്ള താല്പര്യം ഒന്നും കൂടി കൂടും. ഒന്നാമത്തെ കാര്യം, നിസ്കാരം റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. ഇത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ പോലും അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതല്ല. നിസ്കാരത്തെ കുറിച്ച് ഹദീസുകളിലൊക്കെ പറയുന്നത് ഇത് സമ്മാനമായിട്ട് കൊടുത്ത റസൂലിനാണ്. നമ്മളൊരാൾക്ക് സമ്മാനം കൊടുക്കൽ എപ്പോഴാ? എന്തിനാ നമ്മൾ സമ്മാനം കൊടുക്കല്? അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. അതായത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഓവറായിട്ട് തിങ്കിങ് ഒന്നും വേണ്ട. ആ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. ദ ബെസ്റ്റ് കമ്പാനിയൻ. അവന്റെ മുന്നിലേക്ക് നമ്മൾ കണ്ട് സുജൂദിലേക്ക് നമ്മുടെ തല നിലത്ത് വെക്കുമ്പോൾ നമ്മുടെ പിൻഭാഗം നമ്മളെ ശിരസിനേക്കാൾ മുകളിലോട്ട് ഉയർന്നു നിൽക്കുകയാണ്. എന്ന് വെച്ചാല് അത്ര വലിയ താഴ്മ കാണിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സുജൂദിലേക്ക് കിടക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുന്നിലാണ്ട് വെക്കുകയാണ്. ആ നിസ്കാരം കഴിയലോട് കൂടി റബ്ബ് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ആ ചിന്തയിൽ നമ്മൾ നിസ്കരിച്ചു നോക്കിയാണ്. ഈ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകൂല. പക്ഷെ നമുക്കിത് എന്താ വെച്ചാല് കുറച്ചുകൂടി ടൈം ഉണ്ടല്ലോ, കുറച്ചുകൂടി ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് മാറ്റി വെച്ച് പോകുമ്പോൾ ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുകയാണ്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉള്ളത് എന്താ? അത് വേഗം പൊട്ടിച്ചതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയാന്നുള്ളതല്ലേ. ഈ നിസ്കാരം ഓരോ ദിവസവും നമുക്ക് ഓരോ ഗിഫ്റ്റാണ്. ആ സമയത്ത് അത് കിട്ടുമ്പോൾ അത് വേറെ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ അത് തുറക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും പിന്നെ നിസ്കരിക്കാൻ. പിന്നെ സമയമായി കഴിഞ്ഞാൽ എന്താ കൊടുക്കാത്ത, എന്താ നിസ്കരിക്കാൻ സമയമായില്ല, ഞാൻ നിസ്കരിക്കട്ടെ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നിസ്കരിച്ച് തുടങ്ങുമ്പോൾ എന്തായാലും ഫാത്തിഹ ഓതണമല്ലോ. ഫാത്തിഹയെ കുറിച്ച് റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫാത്തിഹ ഞാൻ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ വിഭജിച്ചിട്ടുണ്ട്, പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഖുറാന്റെ അർത്ഥം പഠിക്കുക എന്ന് പറഞ്ഞപ്പം പറയാണ് കേട്ടോ. ഞാൻ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞിട്ട് 2% പെട്ടെന്ന് പറഞ്ഞു വെക്കാം. അതായത് ഇങ്ങനെയാണ് പറയുക: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പഠിച്ചവനെ, ഞാൻ പിശാചിൽ നിന്ന് കാവൽ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
നിന്റെ നാമം കൊണ്ട് റഹ്മാനും റഹീമുമായ നിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിലെ അർത്ഥം നോക്കിക്കോളിട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ റബ്ബിനോട് സംസാരിക്കാൻ പോവാണ് ഇനി. അൽഹംദുലില്ലാ, പഠിച്ചോനെ അനക്കാണ്ട സർവ്വസ്തുതിയും. അപ്പൊ റബ്ബ് പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. നമ്മളോടും കൂടി പറയാണ്, ഇത് എന്നെ സ്തുതിച്ചല്ലോ. ഓക്കെ, റബ്ബ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? അർ റഹ്മാനി റഹീം, റഹ്മാനും റഹീമുമായ റബ്ബ്. അപ്പൊ റബ്ബ് പറയും, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ഉന്നതനാക്കിയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് നമ്മൾ പറയാണ് മാലിക് യൗമിദ്ദീൻ, അതും പ്രതിഫല നാളിന്റെ അന്ത്യനാളിന്റെ ഉടമസ്ഥനെ എന്ന് പറയുമ്പോൾ റബ്ബ് പറയും, ഓ എന്നെ മഹത്വപ്പെടുത്തി. ഇനി നമ്മൾ പറയുന്ന വാക്കാണ്, ഇവിടെയാണ് അള്ളാഹ് പറയുന്നത്, ഇയ്യാക നഅ്ബുദു, പഠിച്ചോനെ ഞങ്ങൾ എന്നെ മാത്രം ആരാധിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം സഹായം തേടുക കേട്ടോ. അവിടെയാണ് റബ്ബ് പറയുന്നത്, നബിയെ ഇനി മുതൽ എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ അവന് കൊടുക്കുന്ന. അതായത് ഇതുവരെ നമ്മൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമ്മൾ പറയാം നമ്മളെ കാര്യങ്ങൾ. ഇനി നോക്കിട്ടോ, അതായത് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് നമ്മളെ കാര്യമാണ്. ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം എന്ത് ചെയ്യുന്നു, സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങൾ നയിക്കും കേട്ടോ. നമ്മളെ കാര്യമാണ്, അള്ളാന്റെ കാര്യമല്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ ഗുണം ചെയ്ത ആളുകളുടെ പാതയിൽ. വൈരിൽ മഗ്ദൂബി അലൈഹിം, അന്റെ വെറുപ്പിന് പാത്രമായി തീർന്ന ആളുകളുടെ മാർഗത്തിലല്ല കേട്ടോ. വലദ്ദാലിൻ, വഴി പഴച്ച ആളുകളുടെ മാർഗത്തിലും അല്ല. ഇത് ആ അർത്ഥം അറിഞ്ഞ് നമ്മൾ പറയലോട് കൂടി അള്ളാഹ് നമുക്ക് സാധിച്ചു തന്നു. പക്ഷെ നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവണം. അതാണ് ആ നിസ്കാരം. ഈ അർത്ഥമൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ നിസ്കരിച്ച് നേരെ ഇഖ്ലാസിന്റെ അർത്ഥവും ഉൾക്കൊണ്ട് റുക്കൂയിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അളീം, അവിടെ നമ്മൾ സുബ്ഹാന പറയാണ്. ഒക്കെ കഴിഞ്ഞ് സുജൂദിൽ നമ്മുടെ സർവ്വഭാരങ്ങളും അള്ളാഹിന്റെ മുന്നിലാണ്ട് ഇറക്കി വെച്ചിട്ട് സലാം വീട്ടുമ്പോണ്ടല്ലോ, നമ്മൾ പുതിയ മനുഷ്യനായി മാറും. നമുക്കിത് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. ഒരു ശതമാനം ഇപ്പം ഓഫ് ആവും. ഞാൻ എന്റെ വേറെ ഫോൺ ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഞാൻ ചിലപ്പോ ഒരു ഫോൺ ഉണ്ട്, ഞാൻ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞാല് ഇതിന്റെ ഇടയിൽ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അതായത് രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഗഫിർലി, പഠിച്ചോനെ ജിൻ പുറത്തോണ്ട. റബ്ബി ഗഫിർലി വർഹംനി, ജിന്നോട് റഹ്മത്ത് കാണിക്ക്. വജ്ബുർനി വർഫാനി വർസുഖ്നി വഹ്ദിൻ. ഇതാണ് അതായത് ഒരു മനുഷ്യന് ദുനിയാവിൽ ആവശ്യമായ, ആഖിറത്തിൽ ആവശ്യമായ സർവ്വ കാര്യങ്ങളും അതിലുണ്ട് എന്നാ. ഈ നിസ്കാരത്തിന്റെ ഇടയിലുള്ള, ഈ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള കാര്യത്തിലുണ്ട് എന്നാ. ഇതും കൂടി പറഞ്ഞ് കഴിഞ്ഞ ഒരു മനുഷ്യന് പിന്നെ എങ്ങനെയാ തെറ്റ് ചെയ്യാൻ കഴിയുക? നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല. നമുക്ക് ഒരു നിസ്കാര ശേഷം നമുക്ക് ഫോൺ എടുത്ത് ഒരു തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആസ്വദിച്ചത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് കുറെ ക്ലാസ് കേൾക്കുക, കുറെ ഇതാക്കൊന്നും വേണ്ട. അള്ളാനെന്ന് അറിഞ്ഞാൽ മതി. റബ്ബിനെ കുറിച്ച് പറയുന്നോടത്ത് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നോടത്ത് റബ്ബ് പറയുന്നത് എങ്ങനെയാണ്? വൈദാസായ കൈബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്നീ കരീബ്. സാധാരണ അവിടെ കൊൽ നബി അങ്ങ് പറയാന്നുള്ള ഒരു പോസ്റ്റെങ്കിലും ഉണ്ടാവലുണ്ട്. അത് അതൊന്നും പറഞ്ഞില്ല. എന്നെ കുറിച്ച് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. ഇന്നീ കരീബ്, ഞാൻ ഓരോ കൂടെ ഉണ്ട് കേട്ടോ. അള്ളഹാനോട് സംസാരിക്കാവുന്ന ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഈ മറ്റേ അത്തഹിയാത്തിനാകുമ്പോ ചൂണ്ടുവരല് നമ്മൾ നീട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ തൊട്ട് മുന്നിൽ നീ ഇയ്യാക്ക എന്ന് പറയുമ്പോ ഈ എന്ന് പറയുന്നത് നീ എന്ന് പറയുന്ന അത്രയും അടുത്ത റബ്ബുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഈ ചിന്തയിൽ ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓന് എത്ര തെറ്റുകൾ ചെയ്തവനും ആയിക്കോട്ടെ, അവന്റെ മനസ്സിൽ അള്ള ഉണ്ട്, എന്റെ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ട് തരും എന്നുള്ളൊരു വിശ്വാസം വരും. പിന്നെ മിസ്ന, നമ്മള് വരുന്ന പ്രോഗ്രാമിൽ ഇലിയാസ്കാരെയും കൂടി കൂട്ടിയാലോ? പാരന്റിങ്ങില് മാത്രമാണ് ഡീലും കൂട്ടാം. നമ്മൾ എലിവേറ്റഡ് സോണിലേക്ക് പറ്റിയ ആളും കൂടിയാണ് ഇലിയാസ്ക. നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. 15-ാം തീയതി നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ടോ ഇലിയാസ്ക? ഞാൻ തമാശല്ല എന്തുകൊണ്ടറിയോ? ഇതിന്റെ ആയത്തുകളും ഹദീസും ഒക്കെ കറക്റ്റ് പറഞ്ഞെടുത്ത് പോകുന്ന രീതിയിലാകുമ്പോ അതിന്റെ എന്തോ ഡൗട്ടൊക്കെ ക്ലിയറൻസ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു സെറ്റാണ്. അതുകൊണ്ട് ചോദിക്കാട്ടോ. എന്താണോ 15-ാം തീയതി ഫെബ്രുവരി 15 ഞായറാഴ്ച, കോഴിക്കോട് ഓഷ്യൻ ഹോട്ടൽ. എന്നാലും നിങ്ങൾ ഡേറ്റ് ബ്ലോക്ക് ചെയ്തോളി. പേയ്മെന്റിന്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. സെറ്റാണ്. പേയ്മെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ക്ലാസ് എടുത്തരും. അല്ല, ഞാൻ വെറുതെ പറയില്ല കേട്ടോ. ഞാനിതൊരു ഭയങ്കര താഴ്മക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല. എനിക്ക് ക്ലാസ് എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ്.
ഞാൻ ഇനി ആര് വെറുതെ വിളിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് വെച്ച് ഞാൻ അങ്ങനല്ല, പോയി ക്ലാസ് എടുക്കും. അതുകൊണ്ടല്ല, നിങ്ങളെ എഫേർട്ടും നിങ്ങളെ അറിവും നിങ്ങളെ ഇത്ര വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത അറിവും നിങ്ങളെ ടൈമിനും ഒക്കെ വിലല്ലേ. നിങ്ങള് എന്ത് വന്നാലും പേയ്മെന്റ് തരാൻ നിങ്ങളെ വിടൂല ഞാൻ എന്തായാലും. ഇൻഷാ ഇൻഷാ അല്ലാ. ഏതായാലും നോമ്പ് കേൾക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെ പറയും ആ പട്ടിണി കിടന്നിട്ടുണ്ട്. എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ നോമ്പിനാണെന്ന് അറിയും. നോമ്പിന് കിടന്ന് പട്ടിണിയാണെന്നുണ്ടെങ്കിൽ ആ നോമ്പും വെറുതെ ആയിട്ടുണ്ട് എന്ന് പറയും. നോമ്പ് പട്ടിണിയല്ല, അതൊരു ആരാധനയാണ്. അത് ശരീരത്തിനും മനസ്സിനും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനായിട്ട് തന്നെ, അതായത് അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമയങ്ങൾ വേണം. പക്ഷെ നോമ്പിൽ പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു നോമ്പ് സൽക്കാരങ്ങളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു കാര്യം കൂടി പറയാം. അതായത് ഭക്ഷണം, അത് എവിടെയാണെങ്കിലും ഹോട്ടലിലുള്ള ശീലമാണ് എപ്പോഴും നല്ലത്. ഹോട്ടലില് അതായത് ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല, നമ്മൾ ഭക്ഷണത്തെ കാത്തിരിക്കണം എന്നാണ്. നമ്മൾ സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം മേശമേല് എല്ലാ ഭക്ഷണവും കൊണ്ടുപോയി വെക്കും. കൊണ്ടുപോയി വെച്ചിട്ട് ഭക്ഷണം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ചെയ്യേണ്ടത്. ആളുകൾ ആദ്യം ഇരിക്കുക, നിങ്ങൾ ഇരുന്നോളൂ, ഭക്ഷണങ്ങൾ കൊണ്ടുവെക്കട്ടോ. കാരണം എന്താ വെച്ചാൽ ഭക്ഷണമാണ്, അതിനോടൊരു മര്യാദ വേണ്ടേ. ഈ ഭക്ഷണം നമ്മൾ അവർ ഇരുന്നതിന്റെ ശേഷം നമ്മൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് അത് അവരുടെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമാണ്. എന്റെ ചാർജ് കഴിഞ്ഞു. ഓക്കെ. ഏതായാലും ഇതിന്റെ ബാക്കി നമുക്ക് എന്തായാലും ലൈവിൽ തന്നെ കാണാൻ ഇൻഷാ അല്ലാ. ഏതായാലും വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. ഇലിയാസ് ഖാന ഞാൻ പറയാൻ വന്നല്ലേ, നിങ്ങൾ പറഞ്ഞോളിന്നാ പറഞ്ഞത് ഞാന്. ദാറ്റ് മീൻസ് അത് പറയാനാ ഞാൻ വന്നത്. അല്ല, ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആയാലും പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്. പല വീട്ടിലും പലർക്കും നിർബന്ധങ്ങൾ ഉണ്ടാവും. നോമ്പിന് ഇന്ന സാധനം. എനിക്കറിയുന്ന ഒരു ഫാമിലിയിലുണ്ട്, അവിടെ ചിക്കൻ പൊരി 30 ദിവസം വേണം, പത്തിരി 30 ദിവസം വേണം, അത്തായത്തിന് വേറെ മെനൂസ് സെപ്പറേറ്റ് വേണമെന്ന്. അങ്ങനെ നിർബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. കാരണം വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും ഭൂരിഭാഗം നമ്മളെ കേരളത്തിൽ കുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവർക്ക് നിസ്കരിക്കാൻ പോലും സമയമില്ല. അതായത് അങ്ങനത്തെ നമ്മൾ റമദാൻ മാസത്തിൽ ഒരു ലക്ഷ്യമായിട്ട് എന്താ പറയുന്നത്, ഖുർആാനോത് നമ്മളെ സ്പിരിച്വൽ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നിർബന്ധങ്ങൾ പിടിക്കുന്ന സമയത്ത് ഈ ഒരു സമയം അവിടെ വേസ്റ്റ് ആവാറ്. നാളെ പഠിച്ചോണ്ട് നമുക്കും ഈ നിർബന്ധം ആരാണോ പിടിക്കുന്നത് അവർക്ക് പോലും കുറ്റം കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ നിർബന്ധം കാരണമായിരുന്നു അവർക്ക് ആ ഒരു പടച്ചോരെടുത്ത് അടുക്കാൻ പറ്റാതിരുന്നത്. കാരണം പകല് ഒരു നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഫുഡ് ആവണമെങ്കിൽ നമുക്കറിയാം പകൽ എന്തായാലും കുക്ക് ചെയ്യണം എന്നുള്ള സംഭവം. അപ്പൊ രാവിലെ അത്താഴത്തിന് ഉള്ളവരാണെങ്കിൽ അതും ചെയ്യണം. അപ്പൊ ഈ ക്ഷീണിച്ചിട്ട് പിന്നെ നമുക്ക് സ്പിരിച്വലിൽ എടുക്കാൻ പറ്റുന്നില്ല. പല വീടുകളിൽ ഇതൊരു തിന്നണ മാസമായിട്ട് കണക്കാക്കലുണ്ട്. എനിക്ക് അറിയുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് ഇവിടെ പറഞ്ഞതാണ്. നിർബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇത് ഒഴിവാക്കുക. അതുപോലെ നമ്മളൊന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കൽപ്പിച്ച് എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്കിത് വേണം. ആണുങ്ങളെ കുറ്റം പറയുന്നത് അങ്ങനെയല്ല. ചില വീട്ടിൽ അവർ പുരുഷന്മാർക്കാണ് പൊതുവെ നിർബന്ധങ്ങൾ വരാറില്ല, ഇന്നത് വേണം നോമ്പിന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പറ്റുകയാണെങ്കിൽ. കാരണം അവർക്കൊരു ആരാധന ചെയ്യാനുള്ള സമയം പോലും നമ്മൾ കൊടുക്കാതെ നമ്മൾ ഭക്ഷണത്തിന് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ മാസത്തിന്റെ ബർക്കത്തിനെ പോലും മറന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നോമ്പെടുക്കാന്ന് പറയുന്ന ഒരു ആരാധനയാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോ ഈ ഫുഡ് ഉണ്ടാക്കാൻ നല്ല കൂലിയുള്ള കാര്യമാണ്. പറ്റുകയെന്നെങ്കിൽ നിർബന്ധങ്ങൾ കുറക്കുക. മെനൂസ് വേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഇന്നത് വേണം എനിക്ക്, ഇന്നത് എനിക്ക് അത്താഴത്തിന് കിട്ടണം, ഇന്നത് എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ വേണം, അങ്ങനെ അല്ലാണ്ട് പറ്റുകയെന്നെങ്കിൽ കൊടുക്കുക. ഈ പത്തിരി ഉണ്ടാക്കുന്ന പറഞ്ഞതും അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ ഞാൻ ഇവിടെ ലേഡീസ് വിചാരിച്ച വീഡിയോ അറിയുന്നവരുണ്ടാവും. അത് എന്ത് ഫുഡ് ഉണ്ടാക്കാന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇത് തിന്നുന്ന മാസമായിട്ട് കണക്കാക്കാതെ മറ്റുള്ള നമ്മളെ സമയമൊന്നും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഒന്നിൽ ആയത്ത് പഠിക്കുന്ന കാര്യമൊന്നുമില്ല. പറ്റുന്നെങ്കിൽ നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ ആയത്തിട്ട് കഴിഞ്ഞാല് ഇടയ്ക്കൊക്കെ നിങ്ങൾ സ്റ്റാറ്റസിൽ കയറ്റി വെക്കുക. നമ്മൾ ആ മീനിങ് അറിയാണ്ട് പഠിക്കും. കാരണം നമ്മളിപ്പോ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുണ്ടാവുക നമ്മളായിരിക്കും. നമ്മളങ്ങനെ ആരൊക്കെ അത് കണ്ടിട്ടുണ്ട്, ആരൊക്കെ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോയി നോക്കൂ. നമ്മളൊരു ടെൻഡൻസിയാണ് സ്റ്റാറ്റസ് ആയാലും സ്റ്റോറി ആയാലും. അപ്പോൾ ആ സ്പേസിൽ നിങ്ങൾ മീനിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഈ അടുത്താണ് വലസോഫ യുക്തീക്ക് റബ്ബുക്ക് ഫത്തറല്ല എന്നുള്ള ആയത്തിന്റെ അർത്ഥം പഠിച്ചു. പഠിച്ചോ നിങ്ങൾക്ക് ഏറ്റവും നൽകുന്നവനാണെന്നില്ല. ഞാൻ സ്റ്റാറ്റസ് എടുത്തിരുന്നു, അതുകൊണ്ട് പഠിച്ചു ഞാൻ പറയും. മറന്നിട്ടില്ല. നമ്മൾ കൺസിസ്റ്റന്റ്ലി നമ്മൾ സ്റ്റാറ്റസ് നോക്കും, ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അത് പറ്റുമെന്നെങ്കിൽ അങ്ങനെ ഭയങ്കര ആഗ്രഹം. പിന്നെ ഈ ആയത്തൊക്കെ പഠിച്ചതിനുള്ള ഗുണം നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഓ എന്റെ പടച്ചോൻ എന്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ. ആ ഒരു ബന്ധമുണ്ടല്ലോ, എന്റെ പടച്ചോനെന്നില്ല, അല്ലെങ്കിൽ എന്റെ പടച്ചോനെ രക്ഷിക്കും, എന്റെ പടച്ചോനെ ബുദ്ധിമുട്ടൂലാന്ന്. നമ്മളൊരു ഫ്രണ്ട് നമ്മളെ രക്ഷിക്കുന്ന പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാനും
ഒരു ആയത്ത് പഠിക്കുക എന്നുള്ള സംഭവം ഹെൽപ്പ് ചെയ്യും. ഞാൻ ഭയങ്കര ഗ്ലോറിഫൈ ആക്കുന്ന സാധനമാണ് ലൈൻ ഷക്കർത്തും അസീദ് എന്നൊക്കുന്നില്ല. അത് ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന സംഭവം. അതുപോലെ നമുക്കൊരു കണക്ഷൻ കിട്ടും. എന്റെ പടച്ചവൻ എന്നോട് ചെയ്യും, അല്ലെങ്കിൽ എന്റെ പടച്ചവനാണ് എന്നോട് പറയുന്നതെന്ന് തോന്നും. നമ്മൾ ഈ വായിച്ച പുസ്തകത്തിന്റെ ഒക്കെ ഗുണം, അല്ലെങ്കിൽ ഈ ഖുറാന്റെ ഒക്കെ ഒരു അർത്ഥം മനസ്സിലാവുന്ന ഒരു സമയം നമ്മൾ ഹാർട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴും കൂടെയാണ് നമുക്കതൊരു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. പഠിച്ചവൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന മാല ഉസിരി ഉസിര, പ്രയാസത്തോടൊപ്പം തീർച്ചയായിട്ടും എളുപ്പമുണ്ട്. അതുപോലെ വറ്റാക്ക റബ്ബുക്ക വമാ കല, നിന്നെ റബ്ബ് നിന്നെ വെടിഞ്ഞിട്ടുമില്ല വരുത്തിട്ടുമില്ല എന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒന്നുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ബുദ്ധിമുട്ടിലാകുമ്പോൾ അവിടെ പോകുന്ന സമയത്തും എന്റെ പഠിച്ചവന്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. നമ്മളൊക്കെ പറഞ്ഞിട്ടില്ല, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ, പക്ഷെ അത് പറയുന്നതാണ്. നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോൾ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഖുറാന്റെ ആയത്തുകൾ പഠിക്കുക എന്നുള്ളത്. വലിയ ആയത്തൊന്നും ആവുന്നില്ല. അഫ്സൽ സർ പറഞ്ഞ പോലെ നമ്മളിപ്പോ കുലുവല്ലാഹി സൂറത്തിൽ ഒക്കെ നിന്ന് ഓതുന്നതാണ് മോവിദത്തേനിയൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥങ്ങള് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ അർത്ഥങ്ങള് പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനോട് അത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം വരുന്നത്, വേറെ ആർക്കില്ല. നമ്മൾ ബുദ്ധിമുട്ട് നമുക്ക് തോന്നണം എന്റെ പഠിച്ചവനെ രക്ഷിക്കായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചവൻ എന്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ. നമ്മൾ ഈ അടുത്ത് പറഞ്ഞതായിരുന്നു, നമ്മൾ കായലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലും കായലും ഒന്നാവുന്ന ഒരു പോയിന്റ് കാണാൻ പറ്റും. അതിന്റെ ഒക്കെ ഒരു ബ്യൂട്ടിനൊക്കെ നമുക്ക് എൻജോയ്, കടലും കായലും, അത് കായൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കടലിൽ അതൊരു പോയിന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പോർട്ടിലൊക്കെ ഞാൻ പോയ സമയത്ത് കണ്ടിരുന്നു, അതുപോലെ എറണാകുളം പോർട്ടിലും. അപ്പൊ അതിന്റെ ഒരു ക്രിയേഷനൊക്കെ ബ്യൂട്ടി ഉണ്ടല്ലോ. പഠിച്ചോ എന്ത് രസമായിട്ട് അത് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. നമുക്ക് ചില ഫുഡ് എന്ത് ടേസ്റ്റിലെ ഫുഡ് എന്ന പോലെ ആ ഒരു ക്രിയേഷനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യൂലേ. പഠിച്ചവൻ എന്ത് രസമായിട്ട് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള അനുഭവങ്ങൾ തന്നെ ഇതുകൊണ്ടൊക്കെ കഴിക്കാറില്ലേ പഠിച്ചോനെ അന്ന് എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ അറിയൂലേ. ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഈ ഒരു ആയത്ത് പഠിക്കാനുള്ള സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് തന്നെ ഗുണം നോക്കിയിട്ട് പറഞ്ഞ പോലെ സ്റ്റാറ്റസുകളിലോ നിങ്ങൾ കൂടുതൽ വിസിബിൾ ആവുന്ന സ്ഥലങ്ങളിൽ പിന്നെ പറ്റാന്തെങ്കിലും സംസാരങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ 2-3 ആക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ മറക്കൂല്ലേ സംസാരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാധനം എനിക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചത് സാധനം അതാ. ഇന്റെ പഠിച്ചവന് നമുക്കൊരു ഫ്രണ്ട് പോലെ ഇന്റെ പഠിച്ചവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കൂല, ഇന്റെ പഠിച്ചവൻ എനിക്ക് വേണ്ടി ചെയ്തു തരും, ഇന്റെ പഠിച്ചവൻ ഞാൻ പ്രാർത്ഥിച്ച ഉത്തരം തരും. ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഇസ്ലാമിൽ പെർഫെക്റ്റ് ആയിട്ട് ആളൊന്നുമല്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അത്ര അടിപൊളിയൊന്നുമല്ല, തെറ്റുകൾ വരാറുണ്ട്, ഇപ്പൊ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന സംസാരങ്ങളിൽ പിന്നെ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചോനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തട്ടിടാണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, മുടി കാണുന്ന പഠിച്ചോ തെറ്റാ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അന്യര് പുരുഷന്മാരോട് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ തന്നെ ദൈവത്തിനെ കാണണം. അവിടെ ഒരിക്കലും ഒരാളെ പേടിച്ചിട്ട് ചെയ്യുന്നാവില്ല. ആ ഒരു ഇഷ്ടത്തോടെ എനിക്ക് ആ ഗുലി കിട്ടണല്ലോ, എന്റെ പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. ഇങ്ങനെ ആരുടെയും ബുദ്ധിമുട്ടിക്കാനുള്ള ഒന്നുമില്ല, ഇസ്ലാം അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല. ആ ഒരു വേ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുന്ന വേല പോലും നമുക്കൊരു രസം തുടങ്ങും. അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഉമ്മ പറഞ്ഞിട്ട് നിസ്കരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് ഉമ്മ പറഞ്ഞിട്ട് അത് ചെയ്തിരുന്നില്ലെങ്കിൽ ആ ബന്ധം മാറിയിട്ട് നമ്മളെ ഉള്ളിൽ തന്നെ എന്റെ പഠിച്ചവനക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നേ, ആ ഒരു ഫീല് വരും. എനിക്കൊക്കെ ഇടയ്ക്ക് വരലുണ്ട് ചില എന്തെങ്കിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ ഇന്ന് തോതിയിട്ടില്ല അതുകൊണ്ടായിരിക്കും എന്നില്ല. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നില്ലാണ് വരുന്നത്. വീണ്ടും പറയുന്നത് പെർഫെക്റ്റ്ലി അല്ല, കേൾക്കുന്ന സമയത്ത് ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് എഴുതി പറഞ്ഞാണ്, തിരുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, അത്ര അടിപൊളിയൊന്നും അല്ല. അപ്പൊ ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ ഒരു സ്റ്റാറ്റസിലൊക്കെ ഇട്ട് നോക്കും, നിങ്ങൾ ആയത്തുകളെ നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ ആയത്തുകളൊക്കെ പഠിച്ചു പോകും, സ്റ്റോറീസിലൊക്കെ ഷെയർ ചെയ്യുക. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്നുള്ളത് നമ്മളൊരു വീഡിയോന്റെ ഹൈലൈറ്റ് ഇപ്പോഴത്തെ മനസ്സിലുണ്ട്. താത്തന്റെ കുട്ടി വരെ പഠിച്ചു എന്നില്ല, താങ്ങാൻ പറ്റാതെ പഠിച്ചൊന്നും തരൂല എന്നില്ല. നമ്മളെ ബുദ്ധിമുട്ടുകൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ സംഭവങ്ങളും നമ്മൾ ഈ ഖുറാൻ റിവ്യൂട്ട് ചെയ്ത് എന്തും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, എന്തും റിലേഷൻഷിപ്പിന്റെ ആവട്ടെ സ്പിരിച്വലിനെ ആവട്ടെ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളതിന്റെ അർത്ഥം പിടിക്കണമെന്നില്ല. നമ്മളൊരു പക്ഷേ അറബികളായിരുന്നെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. നമ്മൾ മലയാളികൾ, നമ്മളെ നേറ്റീവ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് അറബി ഖുറാൻ പരിഭാഷ നമ്മൾ പൊതുവെ ഓതി പോകുന്നത് അറബിയിലായതുകൊണ്ടാണ് ഈ അർത്ഥം പഠിക്കുക എന്നുള്ളത് കണക്ട് ചെയ്യാൻ ഈസി ആവുന്നില്ല പറഞ്ഞതെന്ന് ഞാൻ കുറച്ചധികം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇനി നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക. നമ്മുടെ നൂർജാൻ മാമ ഫസ്റ്റ് ടൈമാണ് യൂണിക് ടോക്കിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ ടൈപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മാമിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. എന്തായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? മാമിന് വേണമെന്നില്ല. പിന്നെ നിങ്ങളിപ്പോ സംസാരിച്ച സമയത്തുണ്ടല്ലോ, ഭയങ്കര ഇപ്പം ഇവിടെ കേട്ടിരുന്നവർക്ക് മനസ്സിലായിണ്ടാവും, ഇന്ത്യ പഠിച്ചോ ഇന്ത്യ പറയുമ്പോ തന്നെ ആ സ്നേഹം അങ്ങനെ മനസ്സിലാകുന്നുണ്ട്. മാഷാ അല്ലാഹ്. എന്താ സംഭവം എന്നറിയോ, കറക്റ്റ് ഖുറാന് മനസ്സിലേക്ക് എടുത്ത ആൾക്കാര് ആരാണെങ്കിലും അവർക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഖുറാൻ തൊട്ടിട്ടുള്ള ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുറാൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്, ഖുറാൻ ഇറങ്ങിയ രാവ് ലൈലത്തുൽ ഖദറാണ്,
ഖുർആൻ ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ ബെസ്റ്റ് ആട്ടോ. നമ്മളിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ദിവസം ലൈലത്തുൽ ഖദർ, ഏറ്റവും ബെസ്റ്റ് മാസം റമദാന്, ഏറ്റവും അടിപൊളി ഏറ്റവും ടോപ്പ് നമ്മളെ ഏറ്റവും റെസ്പെക്റ്റഡ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അത് ഇറക്കിയ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അത് ഖുർആൻ തൊട്ടിട്ടുള്ള ഖുർആനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാം ബെസ്റ്റ് ആണ്. അപ്പൊ ഖുർആൻ നിങ്ങൾ കൂടുതൽ എത്രത്തോളം മനസ്സിലേക്ക് ആയത്തിൽ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുന്നതിൽ എല്ലാത്തിലും ഒരു പ്രത്യേക ഒരു ഐശ്വര്യം വരാതെ തുടങ്ങും. അത് ഉറപ്പാണ്. അപ്പൊ മിസ്സിനിപ്പോ സംസാരിച്ച സമയത്ത് പോലും ആ പടച്ചവനുമായിട്ടുള്ള ആ ഒരു എന്ത് പറയുമ്പോഴും ഒരു ഡിവൈൻ ഫോഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഫീൽ ചെയ്യാം നമുക്ക്. മാഷാ അല്ലാഹ്. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം കൂടെ പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ചാല്, നമ്മളെ ഫാദർ ഓഫ് പ്രോഫിറ്റ്സ് ആരാന്നറിയോ? നബിമാരുടെ ഉപ്പ എന്നൊക്കെ അറിയപ്പെടുന്ന, നമ്മൾ ഫാദർ ഓഫ് ദ നേഷൻ ഗാന്ധിജി എന്നൊക്കെ പറയില്ലേ, അതേപോലെ നബിമാരിലെ ശ്രേഷ്ഠൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു നബി ഉണ്ട്. മീൻസ് ഞാൻ ഉദ്ദേശിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ ലാസ്റ്റ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചതിൽ പെട്ടതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അതാ ഇസ്ലാമെ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഏറ്റവും കൂടുതൽ അതില് ഫാദർ ഓഫ് ദി പ്രോഫിറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താ സംഭവം വെച്ചാല്, ആളുടെ ലൈഫ് തന്നെ നമ്മൾ ഈ പാരന്റിങ്ങും അതേപോലെ ഇപ്പം ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആള് പഠിപ്പിച്ചു കൊടുത്തൊരു രീതി ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് അറിയോ? ഒരു സമയത്ത് പടച്ചോൻ പറയാണ്, എങ്ങനെയോ കഷ്ടപ്പെട്ടൊരു മക്കളുണ്ടായി, ആ മക്കളെ എവിടെ വെച്ചിട്ടാ പോകാൻ പറയുന്നത്? മരുഭൂമിയിൽ വെച്ചിട്ട് ഈ പൊയ്ക്കോന്ന് പറയും. ആ സമയത്തും അള്ളാന്റെ കൽപ്പനക്ക് ഉത്തരം നൽകി അവിടെ വെച്ച് പോവാണ്. എന്നിട്ട് പിന്നീട് കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് അപ്പോൾ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വലുതായിട്ടുണ്ട്. ആ സമയത്ത് കഅബ പണിയാൻ പറയാ പടച്ചോനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തന്നെയാണ് കഅബ പണിയാൻ പറയുന്നത്. ആ സമയത്ത് ആരും കൂട്ടിനില്ലായിരുന്നു. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കൂട്ടുപിടിച്ചാണ് എങ്ങനെ കല്ലേറ്റാനും എല്ലാത്തിനും ഇവര് രണ്ടാളും കൂടെ മെയിനായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് കഅബ പണിതൊക്കെ. എന്താ സംഭവം എന്നറിയോ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പ്രയത്നിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഐഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന്റെ കൂടെ നിങ്ങൾ പടച്ചോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നതിൽ നിങ്ങൾ അവരെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചെയ്താണ്ടല്ലോ, അതിലും വലിയൊരു പാരന്റിങ് ഒരു സംഭവം നിങ്ങൾക്ക് കൊടുക്കുക. ഇതാണ് ശരിക്കും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ലൈഫിന്ന് ആ കൂടെ കൂട്ടി ചെയ്യിപ്പിച്ച് പടച്ചവനിലേക്ക് അടുപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു എഫേർട്ട് നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും മക്കളുള്ള ആൾക്കാരാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കാനും അള്ളാഹിലേക്ക് അടുപ്പിക്കാനും അള്ളാഹ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അവരെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നമ്മളും ഇനിയും വലുതാകുന്ന സമയത്ത് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന മൈൻഡ് സെറ്റോട് കൂടി വളർത്താൻ ശ്രമിക്കുക. അത് ജസ്റ്റ് ഇങ്ങനെ കണ്ട സമയത്ത് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ വേറെന്തോ മിസ്സിനെ പറഞ്ഞപ്പോ എന്തോ ഒരു കാര്യം കൂടെ ഓർമ്മയോ. പിന്നെ ഇതിന്റെ എന്താണ്, ഇതിന്റെ ഒരു ഫർള് എന്നുള്ള രീതിയിലേ, നോമ്പിന്റെ ഒരു ഫർള് എന്നുള്ള നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യട്ടെ. നമ്മളെ ടൈമൊക്കെ ലേറ്റ് ആയിക്കെന്നറിയാം, എന്നാലും ഒന്നും കൂടി പറയാണ്. പ്രാർത്ഥിക്കുമ്പേ സ്വന്തം പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചോളി, കൂടുതൽ കിട്ടും നിങ്ങൾക്ക്. അതൊരു ഷോർട്ട് കട്ടാണ്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചാല് മലക്കുകളാണ് ആമീൻ പറയാ. പിന്നെ ആദ്യത്തെ 10 ചൊല്ലേണ്ടിയും രണ്ടാമത്തെ 10 ചൊല്ലേണ്ടിയും മൂന്നാമത്തെ 10 ചൊല്ലേണ്ടിയും നിങ്ങൾക്ക് അറിയാലോ. ഒന്നാമത്തെ 10 എന്താ പറയാ, അത് ഇതിന്റെ ഒരു ഫർളായിട്ട് പറഞ്ഞിട്ടാൽ ആരെങ്കിലും കേട്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാലോ ഇഷ്ടം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ ആദ്യത്തെ 10, രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഇഗ്ഫിർലി
ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അതെന്താ അറിയോ, ഞാനങ്ങ് മരിച്ചു പോയാലും ആരെങ്കിലും ഒക്കെ ഇത് ഈ യൂട്യൂബ് വീഡിയോ കണ്ടാലും കിട്ടട്ടെ എന്ന് ഇൻഷാ അല്ലാഹ്. അസ്റുദ്ദീൻ ഇപ്പൊ പറഞ്ഞോളേ, നിങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഫുൾ ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ കുറച്ച് ഒരു 8:30 മുതലുണ്ട്. 8:30 തുടങ്ങി. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ തുടങ്ങിയത്. ഓക്കെ, പിന്നെ നിങ്ങള് ഭയങ്കര ഐഡിയപരമായിട്ടുള്ള നീക്കാണ്. ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇത് നേടാനുള്ള പരിപാടിയിലാണ് അല്ലെ? കൂലി നേടാനുള്ള പരിപാടിയാണ്. ആരെങ്കിലും ഒക്കെ ഒപ്പിക്കുന്ന ഉറപ്പാണ്. എന്തായാലും ചെയ്യുമല്ലോ. അല്ലല്ല, ഏതെങ്കിലും ഒരാള് ചെയ്ത് കിട്ടിയാലേ, ഇപ്പൊ ഇവിടെ ക്ലാസ് കേട്ടോല് ചെയ്തില്ലെങ്കിലും നമ്മളെ യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. അല്ലല്ല, അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞൊക്കെ കുറെ നമ്മളധികം ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാണ്. ഒരു ഒരു ബാത്റൂമിൽ കയറിയ സമയത്തുള്ള ഒരു സംഭവം പറഞ്ഞു. ആ സമയത്തിന് അത്രയും സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഇന്റൻഷന് ചിലപ്പോൾ മീൻസ് നമ്മള് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, നേരെ കോമൺലി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് ചിന്തിച്ചുകൊണ്ട് കൂടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് ഇതായി. പിന്നെ ഒരു കാര്യം ഇവിടെ നേരത്തെ സംസാരിച്ചില്ലേ, എന്റെ ഒരു ക്ലാരിറ്റി പറയാൻ വേണ്ടിയിട്ട്. അതായത് ഇബിലീസ് എന്താ പറയാ, മലക്കാണെന്നുള്ള രീതിയിൽ ഒരു ഇത് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ളത് ഇബിലീസ് ജിന്നുകളിൽ പെട്ട ആളാണെന്നാണ്. സൂറത്ത് അൽക്കാഫ് സൂറത്തില് 50-ാമത്തെ വചനത്തില് അത് പറയുന്നുണ്ട്. ഇബ്ലീസ് ഇത് ധിക്കരിച്ചു എന്നും അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് അങ്ങനെ ഓർമ്മ വന്നപ്പോ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചത്. അൽക്കാഫിൽ 50-ാമത്തെ ആയത്ത് ഈ ധിക്കരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയുന്നതാണ് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോ, ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ധിക്കരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ളവർ ചെയ്തു, അവര് ജിന്നുള്ള പെട്ടതിനൊന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. താങ്ക് യു സോ മച്ച് അസ്റുദ്ദീൻ ഭായ്. നമ്മളെ കൂടെ എനിക്ക് ഒന്ന് 3-ാമത്തെ ഫെസ്റ്റ് തൊട്ട് തുടങ്ങിയതല്ലേ നമ്മളെ ബന്ധം? ഒരു രണ്ടാമത്തെ ലൈനും അല്ല 3-ാമത്തെ ലൈൻ എനിക്ക് ഒന്ന് ജോസഫ് കുട്ടി സാറിന്റെ ഇതിലല്ലോ വന്ന്? അതാവോ? അതിന് മുമ്പ് വന്നില്ലേ? അതിന് മുമ്പ് വന്നില്ല. അല്ല, അതിന്റെ മുന്നത്തെ നിങ്ങളില്ല. അതിന്റെ മുന്നത്തേല് ഷമീമ മാമും അതില് നൂർ ജലീലും ഒക്കെ വന്നിരുന്നത്. അതിന് ശേഷമല്ലേ? 3-ാമത്തെ ലൈനുകൾ. ഏതായാലും സന്തോഷം, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആളെന്ത് യൂണിക് ടോക്കിൽ ഫസ്റ്റ് ടൈമാന്ന് പറഞ്ഞത് ചേച്ചി നൂർജഹാൻ മാം എന്തെങ്കിലും ആഡ് ചെയ്യാൻ വീഡിയോ മോഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഇവിടെ ഷമീല മാം ഒക്കെ ഉണ്ട് അല്ലേ? നൂർജഹാൻ മാം അത് ഞാൻ കേട്ടു. അൽഹംദുലില്ലാഹ്, നല്ല ക്ലാസ് ആയിരുന്നു, കൊള്ളാം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. റംസാന്റെ മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റംസാൻ നല്ല രീതിയിൽ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായി കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. വേറൊന്നും പറയാനില്ല, ഫസ്റ്റ് ടൈം അല്ലേ, എന്ത് പറയാൻ. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. എല്ലാ ശനിയാഴ്ച 8 മണിക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ. എന്നാ ഇതില് നസീറ എന്ന് പറഞ്ഞ എന്റെ അനിയത്തിയുണ്ട്. അനിയത്തി തന്നെ ഇതിലോട്ട് എനിക്ക് ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തന്നത്, ഗ്രൂപ്പിന്റെ. അങ്ങനെ അനിയത്തി ഇതിലുണ്ട്. അനിയത്തി സൗദിയിലാണ്. നസീറ. നമ്മളെ ഈ അടുത്ത് ബുക്ക് വാങ്ങിയ നസീറ മാം ആണോ അത് മിസ്ന? അറിയില്ല, ആ ബുക്ക് എനിക്കും വേണമായിരുന്നു കേട്ടോ. ഒന്ന് ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെ കേട്ടായിരുന്നു. എനിക്ക് ആ ബുക്ക് വേണമായിരുന്നു. അതിന് എന്താ എങ്ങനെയാ അത് കോണ്ടാക്ട് ചെയ്യണം? ആ നസീറ മാം തന്നെ എസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നസീറ. ഞങ്ങളുടെ താഴെ എഴുതിയിട്ടുണ്ട് നമ്പർ 8138133966. ലിങ്ക് കിട്ടി അതിൽ മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ജോയിൻ ചെയ്യട്ടോ. വേറെ ആരെങ്കിലും
ജുനൈദ മാം, ഷമീല മാം, സിന മാം, വഫ മാം, ഫാത്തിമത്ത് മാം. സിന മാം, വലൈക്കും സലാം. അല്ല, സമയമൊക്കെ ഒരുപാടായി, ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടു. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മനുഷ്യരെ മണ്ണുകൊണ്ടും മലക്കുകളെ വെളിച്ചം കൊണ്ടും ജിന്നുകളെ തീ കൊണ്ടും സൃഷ്ടിച്ചത് നേരത്തെ പറഞ്ഞിരുന്നത് ഇടയ്ക്ക് അഫ്സലിന് മാറിപ്പോയതായിരിക്കും അല്ലേ? യെസ്. അത് ഞാനെനിക്ക് തോന്നുന്നു മലക്കുകളെ തീ കൊണ്ടെന്നുള്ളത് മാറിപ്പോയി. ജിന്നുകളാണ് തീ കൊണ്ട്. മലക്കുകളെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പൊതുവില് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ പറയുന്നത് നിങ്ങളെ അങ്ങോട്ട് കോഴിക്കോട് മലപ്പുറമാണ് ഈ ഭക്ഷണത്തിന്റെ ഏറ്റവും കൂടുതൽ. നേരത്തെ മിസ്സിനെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഇബാദത്തുകളെ ഏറ്റവും കുറച്ചുകൊണ്ട് ഞാനിവിടെ കടപ്പുറത്തിരിക്കുകയാണ് കേട്ടാ, വീട്ടിലല്ല. അപ്പൊ അതാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ശംഖുമുഖം ബീച്ചിലിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ഇബാദത്തുകളിൽ നിന്ന് തടയുന്നതിൽ ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ പങ്ക്. പുരുഷന്മാരെ കുറ്റം പറയുന്നതല്ല, എല്ലാരും ഭക്ഷണപ്രിയരാണ് അങ്ങോട്ട് വടക്കോട്ടുള്ളവരെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ അതിനൊരു അവസരം എന്തായാലും 11 മാസവും എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു പരിശീലന കളരിയാണ് ഈ ഒരു മാസം. അപ്പൊ അതൊരു ഭക്ഷണത്തിന്റെ മാസമാക്കി മാറ്റരുത്. അത് കുട്ടികളെ ചെറുതിലെ മുതലേ തന്നെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഇത് കണ്ടല്ലേ അടുത്ത തലമുറ ഇനിയിപ്പോ വളർന്നു വരുന്നത്. അപ്പൊ അതൊരു ഭക്ഷണത്തിന്റെ മാസമായി മാറും. അതല്ല, അതൊരു ഖുർആനിന്റെ മാസമാണ് എന്നുള്ളതാണ്. ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാല് 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിന്റെ കൂലിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ചെറിയ ഒരു ആയത്ത് പഠിച്ചാലും മതി. അപ്പൊ നമ്മളെ കൊണ്ട് ഒരു മാസം എന്തൊക്കെ പറ്റും, എത്ര ആയത്ത് പഠിക്കാൻ പറ്റുമെന്നാണ്. നമ്മളൊക്കെ ഒരു മാസം കൊണ്ട് ഒരു സൂറത്ത് തന്നെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് പറ്റായികയൊന്നും ഉണ്ടാവൂല. അപ്പൊ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചുകൊണ്ട് എല്ലാവരും ഈ ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് ആത്മീയമായിട്ട് മാത്രമല്ലല്ലോ, ശാരീരികമായി കൂടി നമ്മളെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും മാറാനും അല്ലേ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയാണ് അങ്ങനെ ഒരു റമദാൻ വെച്ചിട്ടുള്ളതും ഖുർആനെ ആദരിക്കാൻ വേണ്ടിയാണ് ആ മാസം അങ്ങനെ വെച്ചിട്ടുള്ളതും. അപ്പൊ നമ്മുടെ ശരീരവും ശരിയാവണമല്ലോ, മനസ്സ് മാത്രം ശരിയായ പോരല്ലോ. ഒരു 11 മാസവും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ഹലാലായിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും ഈ ഒരു മാസം പകല് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. ആരെയും നുണ പറയരുത്, ആരെയും ചീത്ത പറയരുത് അല്ലെ, ഭക്ഷണം കഴിക്കരുത്, ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റും എന്ന് തെളിയിക്കും നമ്മളൊരു മാസം കൊണ്ട്. പക്ഷേ ഈ 11 മാസം നമ്മളെ കൊണ്ട് അതിന് പറ്റൂല എന്നല്ല, അതിനുള്ള കളരിയാണത് ആ ഒരു മാസം. അത് നമ്മൾ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ എല്ലാം ശരിയായി പോകും. അപ്പൊ അതിനാണ് ഈ നോമ്പ് പറയുമ്പോ തന്നെ പറയും നിങ്ങൾ തക്കുവയുള്ളവരാവുക എന്നാണ്. പക്ഷെ എല്ലാ വർഷവും നമ്മൾ നോമ്പ് പിടിക്കും. എത്ര വയസ്സായാലും നമുക്ക് തക്കുവ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അതുപോലെ നമസ്കാരം പറയുമ്പോ നമസ്കാരം ഫവൈലുൽ മുസല്ലി, നമസ്കാരക്കാർക്കാകുന്നു നാശം എന്നുണ്ട് ഖുർആനില്. അപ്പൊ നമസ്കരിക്കല്ലോ, അടുത്തവന്റെ വേദന അറിയാതെ, അടുത്തവന്റെ പട്ടിണി അറിയാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ നമസ്കരിച്ചിട്ടും വലിയ കാര്യമില്ല. അപ്പൊ എന്താ പറഞ്ഞാൽ നമസ്കരിക്കണ്ടെന്നല്ല, ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഭയങ്കര ഒരു കാര്യമാണ്. അതിന് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതേ ഇത് നമുക്കും കിട്ടും. പക്ഷെ നമുക്ക് പിശുക്കാണ്, നമുക്ക് വേണ്ടിയായിരിക്കും മുഴുവനും പ്രാർത്ഥിച്ചത് കൂട്ടണത്. മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചവർക്കായാലും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാലും പ്രാർത്ഥിച്ച അതേ പ്രതിഫലം നമുക്കും കിട്ടും. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ ഭക്ഷണത്തിൽ മാത്രം ഈ ഒരു മാസം മുങ്ങിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ ഒരു 10 ആയത്ത് ഈ നമ്മുടെ ഈ ബുക്കിലും വിഷൻ ബോർഡിലും ഒക്കെ വെക്കുന്ന പോലെ ഇത്ര ആയത്ത് പഠിക്കുമെന്ന് നമ്മൾ ഇപ്പൊ തന്നെ ഒരു നിയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ അത് മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത്, ചെറിയൊരു സൂറത്ത് പഠിക്കുമെന്ന് വെച്ചാൽ മതി. മുൾക്ക് ദിവസവും ഓതണതാണല്ലോ, നമ്മൾ ആ ബുക്കിലും ഒക്കെ ഉള്ളതല്ലേ, അത് മാത്രം കാണാതെ പഠിച്ചാലും നമുക്കത് മതി. അപ്പൊ അത് ഖബറിലും ഉപകാരപ്പെടുന്ന, നമുക്ക് സാക്ഷി നിൽക്കുന്ന സൂറത്താണെന്നാണല്ലോ പറയുന്നത്. അതിന്റെ അർത്ഥം മാത്രം പഠിച്ചാലും മതി. അപ്പൊ അതങ്ങനെ ഒരു നിയ്യത്ത് എന്തായാലും ഈ ക്ലാസ് ഇത്രയും കേട്ട് നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു നിയ്യത്ത് വെച്ച് നോക്ക്. നോമ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ അർത്ഥം പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഇപ്പൊ നമസ്കാരം പറഞ്ഞതുപോലെ തന്നെ അല്ലേ, എല്ലാം എന്തൊരു മുസ്ലിമിന്റെ കാര്യം വളരെ അത്ഭുതകരമാണെന്ന് പറയും. എന്തിനും കൂലിയാണ് പഠിച്ചു തന്നിട്ടുള്ളത്, എന്തിനും, നടന്നാലും നിന്നാലും ഇരുന്നാലും അല്ലേ. ഇപ്പൊ ബാത്റൂമിൽ പോയത് പറഞ്ഞു, അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വരെ പഠിച്ചവൻ കൂലി തരുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ പലർക്കും അത് അറിഞ്ഞുകൂടാ. അതും ഒരു ഇബാദത്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാത്തതാണ്. അതിലും സമ്മതിക്കാതിരുന്നാൽ മലക്കുകള് ഇതാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അള്ളാ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഖുർആനെ മുറുകെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാനത് പറയുമ്പോൾ വളരെ ആവേശം കൂടി പോണ എന്താണെന്ന് പറഞ്ഞാല്, അത് പറയുമ്പോ എന്താ ഈ റിയാസ് ഹക്കീം സാറിന്റെ കഥ പറയണ പോലെ എവിടെ നിന്നോ ഒരു ആവേശം കൂടി വരും. അതാണ് എന്റെ
സ്പീഡ് കൂടി പോണത് കേട്ടാ. നിങ്ങളെ പോലെയൊക്കെ പതുക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കഴിയണില്ല. ആവേശം എങ്ങനെ വന്നങ്ങ് കയറും. കാര്യം ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോ നമുക്ക് അതാണ്. അപ്പൊ ഇൻഷാ അള്ളാ അതൊരു നിയത്ത് എന്തായാലും ഇപ്പൊ അവസാനം വരെ ഇരുന്നവരൊരു നിയത്ത് വെക്കുക. എന്തായാലും ഒരു സൂറത്ത് ഞങ്ങൾ പഠിക്കും എന്നങ്ങ് നിയത്ത് വെച്ച് കഴിഞ്ഞാല് അത് ഇപ്പൊ ക്ലാസ് വെച്ച അഫ്സൽ സാറിന്റെ മുതൽ കേട്ടോണ്ടേ നമുക്ക് എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കട്ടെ. അതുപോലെ തന്നെ റംലാനിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. ഈ ഒരുമിച്ച് കൂടിയവരെയും അവരുടെ കുടുംബാദികളെയും നമ്മളിൽ പരിചയമുള്ള എല്ലാവരെയും ഒരു ആപത്തും ഇല്ലാതെ റംലാനിലേക്ക് പടച്ച തമ്പുരാൻ എത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും തക്കുവയും ഒക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് പറയാണ് കേട്ടോ. അതായത് എന്താണ്, സ്ത്രീകളുടെ ആരാധനകളെ ഇല്ലാതാക്കലേ അതിനെ കുറച്ച് കൊണ്ടുവരുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കലാണ് എന്നുള്ളത്. അത് ശരിക്കും അതൊരു ഇബാദത്തല്ലേ? ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന അത്ര വലിയ ഇബാദത്ത് വേറെ എന്താ ഉള്ളത്? അപ്പൊ അതൊരു ഇബാദത്ത് അല്ല. അല്ല അത് ശരി തന്നെയാണ്, പക്ഷെ അധിക ഭക്ഷണം പാഴാക്കല്, മനസ്സിലായില്ലേ? അതൊക്കെ ഞാൻ പറയുന്നതല്ല. അങ്ങനെ ഒരു രൂപത്തിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്റെ ചോറുണ്ടാക്കലുകൊണ്ട് ഇന്റെ ഓത്തും പാട്ടും നടക്കാറില്ല എന്ന് ഉമ്മാര് പറയാറുണ്ട് പൊതുവെ. പക്ഷെ എന്താ വെച്ചാല് ഉമ്മാര് ഈ ഭക്ഷണം ഉണ്ടാക്കിക്കാണ്ട് ഒരു പേജ് ഖുർആൻ ഓതുന്നതും ഈ ആണുങ്ങൾ ഈ ഒരു പണിയൊന്നും ചെയ്യാതെ 10 പേജ് ഖുർആൻ ഓതുന്നതും സമാണ് എന്നുള്ളതാണ്. പക്ഷെ അതിന് അത്രയും പ്രതിഫലമുണ്ട്. കാരണം അവർക്ക് വേണ്ടിയൊക്കെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പുരുഷന്മാർക്ക് വേണ്ടിയിട്ടല്ല, നമ്മളൊരു ആഘോഷം വരുമ്പോ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറ വെക്കുമ്പോ ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആകുന്ന രീതിയിൽ നോമ്പ് തുറ വെക്കലുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നറിയോ അഫ്സൽ പറഞ്ഞോളി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് നിർബന്ധങ്ങൾ വെക്കുമല്ലോ, അതൊന്ന് മാറ്റം പിടിക്കാനാണ്. നിർബന്ധം വെക്കുന്നോണ്ട് ബുദ്ധിമുട്ടുന്നില്ലേ? 30 ദിവസം പത്തിരി വേണം, 30 ദിവസം ചിക്കൻ പൊരിച്ചത് വേണം എന്നുള്ള നിർബന്ധങ്ങൾ ഉണ്ടല്ലോ. ഒരു ബന്ധങ്ങളിൽ വെക്കുന്നത് അത് വെച്ച് പറഞ്ഞതാണ്. അല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്കും ഇഷ്ടം ഫുഡ് ഉണ്ടാക്കാന്. ഞാനും വെറൈറ്റി സാധനങ്ങൾ നോമ്പിനുണ്ടാക്കും. ഒരിക്കലും സമൂസ പൊരിക്കണേന്ന് ഒതുക്കൂല. നമ്മൾ നിർബന്ധം വെക്കുന്ന സമയത്ത് ഒരു പ്രഷറായിട്ട് പലപ്പോഴും നിർബന്ധം വെക്കുകയാണെങ്കിൽ അവിടെ പിരായി പറഞ്ഞിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കണോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കഴിക്കില്ലാന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ എല്ലാരും പറയൂ ഫുഡ് ഉണ്ടാക്കലുള്ള കഴിക്കില്ലാന്ന്. കഴിക്കാൻ കൊടുക്കാൻ കഴിപ്പിക്കുന്നതാ ഇഷ്ടം എന്നാണ് മനസ്സിലാവും. അല്ല സാർ, അങ്ങനെയെങ്കിലില്ല, നമുക്ക് പുറത്തുനിന്ന് നല്ല ഫുഡ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതാകുമ്പോ നമ്മള് കൂടുതൽ വാങ്ങൂല പൈസ. അങ്ങനല്ല, അതെന്താ അറിയോ അസീന മാം പറഞ്ഞത് ഫുൾ ഇല്യാസ്ക കേട്ടില്ല. അല്ല, അവരായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആർക്കെങ്കിലും ചെയ്യാന്നുള്ളത്. അതെ, വാങ്ങിയാലും മതി. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മള് കൂടുതൽ വാങ്ങൂല, ദൂർത്ത് ഒഴിവാക്കാനും പറ്റും നമ്മൾ ആ ഒരു വില ഓർത്തിട്ട്. അല്ലല്ല, അത് മാത്രമല്ല, വാങ്ങുന്നതിനെക്കാട്ടിലും ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ചിട്ട് ആവശ്യമുള്ള മാത്രം സമയം സേവ് ചെയ്യാം, അങ്ങനെയുള്ള ആ കാര്യം ചെയ്യാൻ പറ്റുമല്ലോ. അതെ, ഭക്ഷണം ഹോം മെയ്ഡ് നല്ല വൃത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് അതൊരു ഉപജീവനമാണ്. നല്ല നെയ്യത്തോട് കൂടിയിട്ട് ചെയ്യാനും ശ്രമിക്കുക. മീൻസ് അത് ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും പുണ്യം കിട്ടുക. അതിന് ഖുർആൻ ഓതുന്നതിനെക്കാട്ടിലും പുണ്യം ചിലപ്പം കിട്ടിയേക്കാം നെയ്യത്ത് കറക്റ്റായി വന്നാല്. ചില സമയത്തട്ടെ പറഞ്ഞത്, ഓവർ ദൂരത്തിന് വേണ്ടിയുള്ള അല്ല, ആവശ്യത്തിനുള്ളത് ഒരുമിച്ച് ചെയ്യാനും കൂടെ പറ്റുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി. പിന്നെ ഷമീല മാം സെറ്റല്ലേ? എത്ര കാലായി ഷമീല മാം, നിങ്ങളൊന്ന് അന്ന് സെഷൻ എടുത്ത് പോയതാ. ചില ആൾക്കാർ എന്തെന്ന് പറഞ്ഞെങ്കിലേ, കുട്ടികൾക്കൊരു നോമ്പ് പരിശീലിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ മക്കൾ ചിലപ്പോ ചോദിക്കും നോമ്പറക്കാൻ എന്തുണ്ടാക്കുന്നുള്ളത്. അവർക്ക് ആ ഒരു ആശയം, അത് ചെറിയ കുട്ടികളല്ലേ, അപ്പൊ ആ രീതിയിൽ ചിലപ്പോ ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് വേണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ആക്കുന്ന രീതിയിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനം എന്തായാലും നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്ന നമുക്ക് കൊണ്ടിട്ട് വെച്ചാല് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അത് ഒരു ദിവസം എല്ലാം കൂടെ പഠിപ്പിക്കാണ്ടെന്നാ മതി. കുറച്ച് ഓരോ ദിവസം ആക്കിയാൽ മതി. ഷമീല മാം, താങ്ക് യു. ജനീത മാം, ഷമീല മാം എവിടാണ് നിങ്ങൾ അന്ന് സെഷൻ എടുത്ത് പോയതാണ്? സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് യൂണിക് ടോക്കിൽ കയറാൻ എനിക്ക് പറ്റിയില്ല. ഓരോ ക്ലാസ്സും യാത്രയും പരിപാടിയെല്ലാം കൂടെ ആയിട്ട്. സാറ് എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് സാറിനോടും മിസ്സിനോടും രണ്ടാളും മെസ്സേജ് അയച്ചിട്ട് ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം നിങ്ങളോട് രണ്ടാളോട് തന്നെ തുടങ്ങട്ടെ ഫോർഗിവ്നെസ് വെച്ചിട്ട്. നിങ്ങളത് അൺകണ്ടീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മളെ എത്ര
അപ്പൊ നമ്മള് തമ്മിൽ കണക്ട് ആയിട്ട് ഇപ്പൊ എത്ര 2 കൊല്ലമൊക്കെ ആയില്ലേ മാം? അതെ 1.5 കൊല്ലം എന്തായാലും ആയിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് മെസ്സേജ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആയിട്ട് മെസ്സേജ് ചെയ്താ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓർമ്മയില്ല ആൾക്കാരെ, അപ്പൊ മെസ്സേജ് ചിലപ്പം ക്ലാസ്സിലായിരിക്കും ഇൻഡ്യൂഷൻ വരും കേൾക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയക്കാന്ന് വിചാരിച്ച പിന്നെ അത് മറക്കും. ഞാനത് ചിലപ്പോ ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് മെസ്സേജ്, അതായത് ക്ലാസ് കോളേജിലൊക്കെ നിൽക്കുമ്പോൾ ഓർമ്മ വരും. പിന്നെ വിഷ്ണ, നിങ്ങൾ റെക്കോർഡിംഗ് ഓഫ് ആയിട്ടോ. 10:30 എത്ര മണിക്കൂർ? 2 മണിക്കൂർ അല്ലേ? കുഴപ്പമില്ല. നസീറ മാം, ഹബീബ മാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളവരുണ്ടോ? പുതിയ പേര് അല്ല, ഇനി ലേറ്റ് ആയി പോണ്ട. നിങ്ങൾ റെക്കോർഡിംഗ് ഓഫ് ആക്കിയിട്ട് സംസാരിക്കാം. റെക്കോർഡിംഗ് ഓഫ് ആക്കി കട്ട് ചെയ്യണം. അപ്പൊ ഫെബ്രുവരി 15 ഇവന്റ് പറ്റുന്നവരൊക്കെ വരിക. നമ്മൾ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. ബാക്കി പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡൗട്ട് ചെയ്യും.